നമസ്കാരം. എസ്.എസ്.സി മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം നോക്കുന്നത് 1st ജൂലൈ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒഫീഷ്യലി 1991 ഇത് ഡെസിഗ്നേറ്റ് ചെയ്തത്. ഇത് ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയുടെ ഒരു റിനൗണ്ട് ആയിട്ട് ഒരു ഫിസിഷ്യൻ ആണ് അദ്ദേഹം. ഒരു ഫ്രീഡം ഫൈറ്റർ ആണ്. വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ ഒക്കെ ആയിരുന്നു, ഫോമർ ചീഫ് മിനിസ്റ്റർ ഒക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ബർത്ത് ആൻഡ് ഡെത്ത് ആനിവേഴ്സറി ഓണർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒഫീഷ്യലി ജൂലൈ 1 1991 മുതൽ തന്നെ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ഓണർ ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഡോക്ടർ റോയ് എന്ന് പറയുന്നത് കുറെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റീം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അതുപോലെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം തുടങ്ങി വെച്ച സ്ഥാപനങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 1961 ഇന്ത്യൻ ഗവൺമെന്റ് ഭാരത് രത്ന കൊടുത്തിരുന്നു. അദ്ദേഹം മെഡിക്കൽ ഫീൽഡിലേക്ക് ചെയ്ത കോൺട്രിബ്യൂഷൻസിന്റെ റെക്കഗ്നീഷൻ ആയിട്ട്. 2024 നാഷണൽ ഡോക്ടേഴ്സ് ഡേയുടെ ഒരു തീം എന്ന് പറയുന്നത് ഹീലിംഗ് ഹാൻഡ്സ് കെയറിംഗ് ഹാർട്ട്സ് എന്നുള്ളതാണ്. അതുപോലെ 1st ജൂലൈ നാഷണൽ പോസ്റ്റൽ വർക്കർ ഡേ ആയിട്ടും കൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 1997 നമ്മുടെ a postal carrier in the Seattle area started National Postal Workers Day to respect the efforts of his employees, now celebrated globally. അപ്പോ 1997 സിയാറ്റിൽ ഏരിയയിലാണ് നാഷണൽ പോസ്റ്റൽ വർക്കേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്, അവിടുത്തെ എംപ്ലോയീസിന്റെ എഫേർട്ടിനെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇപ്പൊ അത് ഗ്ലോബലിയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ 1st ജൂലൈ വളരെ പ്രധാനപ്പെട്ട കുറെ ദിവസങ്ങളുണ്ട്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡേയും കൂടെയാണ്. അപ്പൊ ഇത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന് ആയി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ICAI എന്ന് പറയുന്നത് 1st ജൂലൈ 1949 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ചാർട്ടേഡ് അക്കൗണ്ടൻസി കൺട്രിയിൽ ആ ഒരു പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ICAI കൊണ്ടുവന്നത്. അപ്പൊ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പാർലമെന്റിന്റെ ഒരു ആക്ട് ഓഫ് പാർലമെന്റ് വഴിയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിലാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ ദ വേൾഡ് നോക്കുവാണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഫഷണൽ ബോഡിയാണ് ഇന്ത്യയിലെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് ലണ്ടനിലെ CIMA എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്. 1st ജൂലൈ GST ഡേയും കൂടെ ആയിരുന്നു. അപ്പോ നമ്മൾ GST ഇംപ്ലിമെന്റ് ചെയ്തത് 2017 ജൂലൈ 1 അപ്പൊ അതിന്റെ ഒരു ആനിവേഴ്സറി എന്നുള്ള രീതിയിലാണ് 1st ജൂലൈ നമ്മൾ GST ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു GST എന്ന് പറയുന്ന ഒരു ഇൻഡയറക്ട് ഒരു കോംപ്രിഹെൻസീവ് ടാക്സ് ആണ് ഇന്ത്യയിൽ. ഗുഡ്സ് ആൻഡ് സർവീസസിലാണ് നമ്മൾ അത് ലെവി ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സെപ്ഷൻസ് ഉണ്ട്. പെട്രോളിയം, ആൽക്കഹോളിക് ബിവറേജസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇതെല്ലാം എക്സെപ്ഷൻസ് ഉള്ള വരുന്നതാണ്, GSTയിൽ ഉൾപ്പെടാത്തതാണ്. നെക്സ്റ്റ്, Safali Verma becomes fastest woman double centurion in Test cricket. അപ്പൊ അഗെയിൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള ഒരു കളിയിലാണ് ഈ ഒരു നേട്ടം അവർക്ക് കൈവരിക്കുന്നത്. സഫാലി എന്ന് പറയുന്നത് സെക്കൻഡ് ഇന്ത്യൻ ആഫ്റ്റർ ഫോമർ സ്കിപ്പർ മിഥാലി രാജ് ടു ഹിറ്റ് എ ഡബിൾ സെഞ്ചുറി ടെസ്റ്റ് ക്രിക്കറ്റ്. അപ്പൊ ഇതിനു മുൻപ് മിഥാലി രാജ് ഒരു ഡബിൾ സെഞ്ചുറി ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയിരുന്നു. അതിനുശേഷം ഒരു സെക്കൻഡ് ഇന്ത്യൻ ആണ് ഈ ഒരു ഫാസ്റ്റസ്റ്റ് വുമൺ ഡബിൾ സെഞ്ചുറി എത്തുന്ന ഒരു നേട്ടം നേടുന്ന സെക്കൻഡ് വുമൺ ആണ് ഷഫാലി വർമ്മ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, രവി അഗർവാൾ അപ്പോയിന്റഡ് ന്യൂ ചെയർമാൻ ഓഫ് ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. CBDT അതാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. അതിന്റെ പുതിയ ചെയർമാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് രവി അഗർവാൾ ആണ്. അദ്ദേഹം നിതിൻ ഗുപ്തനെ സക്സീഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. CBDT എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആണ്. സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963 അണ്ടറിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോ ഡയറക്ട് ടാക്സ് ലോസ് ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവർ നോക്കുന്നത്. CBDT എസ്റ്റാബ്ലിഷ് ചെയ്തതും 1963 തന്നെയാണ്. നെക്സ്റ്റ്, IFS ഓഫീസർ വിക്രം മിശ്രി നെയ്മഡ് നെക്സ്റ്റ് ഫോറിൻ സെക്രട്ടറി. അപ്പൊ വിക്രം മിശ്രി ഇന്ത്യയുടെ പുതിയ ഫോറിൻ സെക്രട്ടറി ആയി അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് എഫക്റ്റിൽ വരുന്നത് ജൂലൈ 15 മുതലാണ്. വിനയ് ക്വാത്രയെ സക്സീഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ മിശ്രി ഇന്ത്യയുടെ ചൈനയിലേക്കുള്ള അംബാസിഡർ ആയിട്ട് സെർവ് ചെയ്തിരുന്നു 2019-21 ആ ഒരു സമയത്ത്. ഡ്യൂറിംഗ് ഒരു ഗൽവാൻ വാലി ക്ലാഷസിന്റെ സമയത്ത് അദ്ദേഹമായിരുന്നു ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ. ഇന്ത്യയിലെ സ്പെയിനിലേക്കുള്ള അംബാസിഡർ ആയിട്ട് 2014 മുതൽ 16 വരെയും, അതുപോലെ മ്യാൻമറിലേക്കുള്ള അംബാസിഡർ ആയിട്ട് 2016 മുതൽ 18 വരെയും അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അതുപോലെ പ്രൈം മിനിസ്റ്ററിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ദർകുമാർ ഗുജ്റാൽ, അതുപോലെ മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദിജി, ഇവരുടെ എല്ലാവരുടെയും പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. 3 പ്രൈം മിനിസ്റ്റേഴ്സിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.
അന്റോണിയോ കോസ്റ്റ ഇലക്ടഡ് as പ്രസിഡന്റ് ഓഫ് ദി യൂറോപ്യൻ കൗൺസിൽ. ഇപ്പൊ ഫോമർ പ്രൈം മിനിസ്റ്റർ, പോർച്ചുഗലിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് അന്റോണിയോ കോസ്റ്റ എന്ന് പറയുന്നത്. അദ്ദേഹം യൂറോപ്യൻ കൗൺസിൽ ഓഫ് ദി യൂറോപ്യൻ യൂണിയന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം റീപ്ലേസ് ചെയ്യുന്നത് ചാൾസ് മിക്കേലിനെയാണ്. ചാൾസ് മിക്കേൽ ബെൽജിയം നിന്നുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം നമ്മുടെ അന്റോണിയോ കോസ്റ്റ ചാർജ് എടുക്കുന്നത് 1 ഒക്ടോബർ 2024 ഇനി യൂറോപ്യൻ കൗൺസിൽ എന്താണെന്ന് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന്റെ റോൾ എന്ന് പറയുന്നത് ആക്ച്വലി യൂറോപ്യൻ യൂണിയനിലെ പൊളിറ്റിക്കൽ ഡയറക്ഷൻസും പ്രയോറിറ്റീസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരു യൂണിയൻ ആണ്, ഒരു കൗൺസിൽ ആണ് യൂറോപ്യൻ കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ യൂറോപ്യനിൽ വരുന്ന രാജ്യങ്ങൾക്കകത്ത് ഇന്റർ ഗവൺമെന്റൽ കോർപ്പറേഷൻ നിലനിർത്തുന്നതിനും അവിടെ വരുന്ന സെൻസിറ്റീവ് ഇഷ്യൂസിനെ ഡീൽ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. മെമ്പേഴ്സ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലെ കൺട്രീസിലെ എല്ലാ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഹെഡുകൾ വരും. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ഉണ്ട്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉണ്ട്. ഇത്രയും പേരാണ് അതിനകത്ത് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബ്രൂസൽസ് ആണ്, ബെൽജിയം. യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് 2.5 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് ഇലക്ട് ചെയ്യുന്നത്. ആൻഡ് ഒരു വർഷം കൂടെ വൺസ് അവർ റീഇലക്ട് ചെയ്യപ്പെടാം. ഓക്കെ, അപ്പൊ ഒരു പേഴ്സൺ പ്രസിഡന്റ് ഓഫ് യൂറോപ്യൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സ്ഥാനം വഹിക്കാൻ 5 വർഷം, മാക്സിമം 5 വർഷമാണ് ആ ഒരു സ്ഥാനത്തേക്ക് ഒരു പേഴ്സണ് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുക. നെക്സ്റ്റ്, ഡോക്ടർ ഉഷ താക്കൂർ അവാർഡഡ് 12th വിശ്വ ഹിന്ദി സമ്മാൻ ഇൻ ഹിന്ദി സംവത് ഇവന്റ്. ഇപ്പൊ ഹിന്ദി സംവത് ഇവന്റ് എന്ന് പറയുന്നത് എംബസി ഓഫ് ഇന്ത്യ ഇൻ നേപ്പാളിൽ ഓർഗനൈസ് ചെയ്യുന്നതാണ്. ഡോക്ടർ ഉഷ താക്കൂറിന് ഹിന്ദി ലിറ്ററേച്ചറിന്റെ ഡെവലപ്മെന്റിൽ കൊടുത്ത കോൺട്രിബ്യൂഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് അവരെ റെക്കഗ്നൈസ് ചെയ്തത്. അപ്പൊ അദ്ദേഹം ഉഷ താക്കൂർ ഏകദേശം ഒരു 40ഓളം ലിറ്ററേച്ചേഴ്സ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. അതുപോലെ നേപ്പാളിയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ഹിന്ദി ലാംഗ്വേജ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അവാർഡ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 3 വർഷത്തിൽ ഒരിക്കലാണ് ഇത്തരത്തിൽ ഹിന്ദി ലാംഗ്വേജിന്റെ സ്പ്രെഡിങ്ങിനും ഡെവലപ്മെന്റിനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് നമ്മൾ കൊടുക്കുന്നത്. 12th വേൾഡ് ഹിന്ദി കോൺഫറൻസ് എന്ന് പറയുന്നത് ഫിജിയിലാണ് 2023 നടന്നത്. അപ്പൊ ഡോക്ടർ താക്കൂർ എന്ന് പറയുന്നത് ആ ഇവന്റ് ഫിജിയിൽ വെച്ച് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ആ അവാർഡ് ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഇൻ കാഠ്മണ്ഡു ആണ് ആ അവാർഡ് ഇവന്റ് ഓർഗനൈസ് ചെയ്തത്. വിയന്ന ടോപ്സ് EIU's 2024 ഗ്ലോബൽ ലൈവബിലിറ്റി ഇൻഡെക്സ്. എക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റ് ആണ് EIU എന്ന് പറയുന്നത്. അത് 173 സിറ്റീസിനെ അവർ വേൾഡ് വൈഡിൽ അസസ് ചെയ്തു. അതായത് ഗ്ലോബൽ ലിവിയബിലിറ്റി ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഇൻഡെക്സിലെ ലൈവിയബിലിറ്റി എന്ന് പറയുന്ന 5 കീ കാറ്റഗറീസിന് അകത്താണ് ഇവര് റാങ്ക് ചെയ്യുന്നത്. അതിനകത്ത് സ്റ്റെബിലിറ്റി വരും, ഹെൽത്ത് കെയർ, കൾച്ചർ ആൻഡ് എൻവയോൺമെന്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പൊ വിയന്ന ഓസ്ട്രിയയിലെ ഒരു സ്ഥലമാണ്. അതിനാണ് ബെസ്റ്റ് സിറ്റി, അതായത് നമുക്ക് ജീവിക്കാൻ ബെസ്റ്റ് സിറ്റി എന്നുള്ള ഒരു ക്രൗൺ നേടിയത് വിയന്നയാണ്. സെക്കൻഡ് ഓക്കെ, ഈ ലിസ്റ്റിന്റെ ബോട്ടത്തിൽ വരുന്നത് ഡമാസ്കസ് എന്ന് പറയുന്ന സിറിയയിൽ ഒരു സ്ഥലമാണ്. പാകിസ്ഥാന്റെ കറാച്ചി, അതുപോലെ ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ധാക്ക, ഇതൊക്കെ ലീസ്റ്റ് ലെവബിൾ സിറ്റീസ് ആയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് പ്രകാരം വന്നിരിക്കുന്നത്. ഓക്കെ, ബോട്ടത്തിൽ നിന്ന് ടോപ്പ് 10 ലിസ്റ്റിലാണ് ഇവരൊക്കെ ഉൾപ്പെടുന്നത്. ഇപ്പോ ഏഷ്യ പസഫിക് റീജിയനിൽ നിന്ന് 4 സിറ്റീസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് മെൽബോണും സിഡ്നിയും, അത് 2 ഓസ്ട്രേലിയയിലുള്ളതാണ്. ജപ്പാനിലെ ഒസാക്ക, അതുപോലെ ന്യൂസിലൻഡിലെ ഓക്ലാൻഡ്. ഇതെല്ലാം ഏഷ്യൻ പസഫിക് റീജിയനിൽ വരുന്ന 4 സിറ്റീസ് ഈ ഒരു ഇൻഡെക്സിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ്. ഒരു ടോപ്പ് 10 മോസ്റ്റ് ലിവ്ഡ് സിറ്റീസ് ആയിട്ട് ഗ്ലോബലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു 4 സിറ്റീസ് ആണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രിപ്പയർനെസ് ഇൻഡെക്സ് 2024. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഒരു ഫുൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രിപ്പയർനെസ് ഇൻഡെക്സ് ഡാഷ്ബോർഡ് റിലീസ് ചെയ്തു. അപ്പൊ ഇതെന്ന് പറയുന്നത് 174 കൺട്രീസിനെ സോർട്ട് ഔട്ട് ചെയ്ത് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് AI യൂസിന്റെ ബേസിൽ ഹൗ റെഡി ദേ ആർ ടു യൂസ് AI, എത്രത്തോളം അവർ AI യൂസ് ചെയ്യാൻ റെഡി ആണ് എന്നതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് 174ഓളം വേൾഡിലുള്ള കൺട്രീസിനെ സോർട്ട് ചെയ്യും റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഇൻഡെക്സ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന് വേണ്ടി 3 മെയിൻ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ് ഇതിനകത്ത് AIPIക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലോ ഇൻകം കൺട്രീസ്, എമർജിംഗ് മാർക്കറ്റ് ഇക്കണോമീസ് ആൻഡ് അഡ്വാൻസ്ഡ് എക്കണോമീസ്. സിംഗപ്പൂർ, ഡെൻമാർക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇതെല്ലാം ഈ എയുടെ ടോപ്പ് ലിസ്റ്റിലാണ് വരുന്നത്. അവരുടെ സ്കോർ എന്ന് പറയുന്നത് 0.80, 0.78 ആൻഡ് 0.77 എന്നാണ്. ഇന്ത്യ ഒരു എമർജിംഗ് മാർക്കറ്റ് ഇക്കണോമി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സ്കോർ 0.49 ആണ്.
72 ആണ് വേൾഡിൽ ഇന്ത്യയുടെ റാങ്ക്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, ചൈന ഇതെല്ലാം ക്ലോസ് ആയിട്ട് റാങ്ക് വരുന്നതാണ്. 113, 92, 31 റാങ്കിലാണ് വരുന്നത്. സ്കോർ എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ 0.38, ശ്രീലങ്കയുടെ 0.43, ചൈനയുടെ 0.63 എന്നിങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 4 മെയിൻ ഏരിയാസ് ആണ് കൺട്രീസിന്റെ AI റെഡിനെസ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അവരുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ മാർക്കറ്റ് പോളിസീസ്, അതുപോലെ അവരുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് എക്കണോമിക് ഇന്റഗ്രേഷൻ, പിന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇത്രയാണ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആയിട്ട് നോക്കുന്നത്. ഈ ഇൻഫറൻസ് പറയുകയാണെങ്കിൽ AI എന്ന് പറയുന്നത് ഏകദേശം വേൾഡിൽ മൊത്തത്തിൽ 40% ജോബിന് ത്രട്ടൺ ചെയ്യിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ AIക്ക് പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യിക്കാനും പുതിയ ഇൻഡസ്ട്രീസിനെയും ജോബ്സിനെയും വളർത്താനും സാധിക്കുമെന്ന് ഒരു വശത്ത് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. നെക്സ്റ്റ് 2 ജൂലൈ വേൾഡ് സ്പോർട്സ് ജേർണലിസ്റ്റ് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ 1994 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് ഇന്റർനാഷണൽ സ്പോർട്സ് പ്രസ് അസോസിയേഷന്റെ 70ാമത്തെ ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. AIPS എന്ന് പറയുന്നത് ജൂലൈ 2, 1924 ഫൗണ്ട് ചെയ്തത്. സമ്മർ ഒളിമ്പിക്സ് ആ സമയത്ത് പാരീസിൽ നടന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ സ്പോർട്സ് പ്രസ് അസോസിയേഷൻ വന്നത്. 2 ജൂലൈ വേൾഡ് UFO ഡേയും കൂടെയാണ്. UFO മീൻസ് അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. UFO ക്രാഷ് ഇൻസിഡൻസ് റോസ്വെല്ലില് ന്യൂ മെക്സിക്കോയിൽ 1947 ഉണ്ടായിരുന്നു. അതിനെ കൊമമറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ഹരിക്കെയിൻ ബെറിൽ. അപ്പൊ ഹരിക്കെയിൻ ബെറിൽ എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ട് വളരെ റീസെന്റ് ആയിട്ട് ഉണ്ടായ ഒരു ഹരിക്കെയിൻ ആണ്. കാറ്റഗറി 4ലാണ് പെടുന്നത്. വളരെ മാസീവ് ആയിട്ടുള്ള ഡാമേജ് ആണ് ഇത് ഉണ്ടാക്കിയത്. മെയിൻ ആയിട്ട് കരീബിയൻ ഐലൻഡ്സിന്റെ ഭാഗത്ത്, വിൻഡ്വേർഡ് ഐലൻഡ്സിന്റെ ഭാഗത്തൊക്കെയാണ് ഇത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയത്. വെസ്റ്റ് ഇൻഡീസിന്റെ അതുപോലെ ബാർബഡോസ് ഭാഗത്ത്, ഗ്രീനഡ, ട്രിനിഡാഡ്, ടൊബാഗോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ഭാഗത്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഇത് ഡാമേജ് ഉണ്ടാക്കിയത്. അപ്പൊ ഹരിക്കെയിൻ എന്താണെന്ന് വെച്ചാൽ ഒരു പവർഫുൾ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ സ്റ്റോം ആണ് ഇത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിൻസ് ഉണ്ടാവും. ഇതിന്റെ കൂടെ ഹെവി റെയിൻഫോൾ ഉണ്ടാവും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ വളരെയധികം ലോയും ആയിരിക്കും. അപ്പൊ ഹരിക്കെയിൻസിന്റെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പരിചിതമായ മറ്റൊരു പേര് അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ പേര് എന്ന് പറയുന്നത് സൈക്ലോൺസ് ആണ്. ഒരു തരം സൈക്ലോൺ തന്നെയാണ് ഹരിക്കെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കരീബിയൻ ഏരിയയിലൊക്കെ അതിനെ ഹരിക്കെയിൻ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ സൈക്ലോൺ എന്ന് വിളിക്കും. കുറച്ചും കൂടെ ഈസ്റ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ടൈഫൂൺസ് എന്നാണ് വിളിക്കുക. അപ്പൊ വേൾഡിന്റെ പല ഭാഗത്ത് സൈക്ലോൺസിന്റെ പല പേരുകളാണ്. ഇതെല്ലാം സൈക്ലോണിനെ തന്നെ സൂചിപ്പിക്കുന്ന വേർഡുകളാണെന്ന് ആലോചിച്ച് വെക്കും. അപ്പൊ അറ്റ്ലാന്റിക് ഓഷ്യൻ അതുപോലെ ഈസ്റ്റേൺ നോർത്ത് പസഫിക് ഈ ഭാഗങ്ങളിലാണ് ഹരിക്കെയിൻസ് എന്ന് വിളിക്കുക. പക്ഷെ നോർത്ത് വെസ്റ്റേൺ പസഫിക് അതുപോലെ ആ ഭാഗങ്ങളിലൊക്കെ ടൈഫൂൺസ് എന്ന് വിളിക്കും. സൗത്ത് പസഫിക് അതുപോലെ ഇന്ത്യൻ ഓഷ്യൻ ഭാഗങ്ങൾ സൈക്ലോൺ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് സ്നോ ബ്ലൈൻഡ് മാൽവെയർ. റീസെന്റ് ആയിട്ട് ന്യൂസിൽ കണ്ട ഒരു സംഭവമാണ് സ്നോ ബ്ലൈൻഡ് മാൽവെയർ എന്ന് പറയുന്നത്. ഇതൊരു ബാങ്കിങ് മാൽവെയർ ആണ്. ഓക്കെ, സ്നോ ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൻഡ്രോയിഡ് യൂസേഴ്സിനെ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇവര് സ്റ്റീൽ ചെയ്യുന്നത് ബാങ്കിങ് ക്രെഡൻഷ്യൽസ് ആണ്. ബാങ്കിങ് ക്രെഡൻഷ്യൽസ് സ്റ്റീൽ ചെയ്യുന്ന ഒരു മാൽവെയർ ആണ് സ്നോ ബ്ലൈൻഡ്. സ്നോ ബ്ലൈൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ബാങ്കിങ് ലോഗിൻ ഇൻഫർമേഷൻസ് കിട്ടുന്ന രീതിയിലാണ്. അപ്പൊ ഇത് പെർമിഷൻ ഇല്ലാതെയാണ് ഈ ഡാറ്റ സ്റ്റീൽ ചെയ്യുന്നത്. ദേ ആർ സ്പ്രെഡ് ത്രൂ അതർ പ്ലാറ്റ്ഫോംസ് ഓഫ് ഫിഷിംഗ്. മറ്റ് പ്ലാറ്റ്ഫോംസ് വഴി ഫിഷിംഗ് വഴിയൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സ്നോ ബ്ലൈൻഡ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇത് കോമൺ ആയിട്ട് ആക്റ്റീവ് ആയിട്ട് കാണുന്നത്. അപ്പൊ മോസ്റ്റ് ആൻഡ്രോയിഡ് മാൽവെയർ പോലെയല്ല സ്നോ ബ്ലൈൻഡ് എന്ന് പറയുന്നത് ലിനക്സ് കെർണൽ അതുപോലെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിട്ടുള്ള സെക്കോംപ് എന്ന് പറഞ്ഞാൽ വിച്ച് സ്റ്റാൻഡ്സ് ഫോർ സെക്യൂർ കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ്. ഇതിനെ എല്ലാം ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. സ്നോ ബ്ലൈൻഡ് ഒരു പീസ് ഓഫ് കോഡിനെ അവർ ഇൻജെക്ട് ചെയ്യും ബിഫോർ സെക്കോം ഇനീഷ്യലൈസ് ആൻഡ് ആന്റി ടാമ്പറിംഗ് മെഷേഴ്സ്. ആന്റി ടാമ്പറിംഗ് മെഷേഴ്സും സെക്കോമിന് ഇനീഷ്യലൈസിംഗ് ഒക്കെ നടക്കുന്നതിന് മുന്നേ തന്നെ ഒരു പീസ് ഓഫ് കോഡ് ഇവർ ഇൻജെക്ട് ചെയ്യും. അതുവഴിയാണ് ഇവർ ഡാറ്റയൊക്കെ സ്റ്റീൽ ചെയ്യുന്നത്. സ്നോ ബ്ലൈൻഡ് എന്ന് പറയുന്നത് ഒരു ഡിസേബിൾ ബയോമെട്രിക് ആൻഡ് 2-factor authentication ആണ്. 2 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. കോമൺലി യൂസ് ചെയ്യുന്നത് ബാങ്കിങ് ആപ്സ് അൺഓതറൈസ്ഡ് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് CSCT gets FSID approval to head SBI as next chairman. ചല്ല ശ്രീനിവാസലു സെറ്റി അദ്ദേഹത്തിന്റെ ചുരുക്കപ്പേരാണ് CS ചെട്ടി എന്ന് പറയുന്നത്.
അപ്പൊ അദ്ദേഹത്തിന് നെക്സ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ് ബൈ ഫിനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്യൂറോ. അപ്പൊ ഇത് അദ്ദേഹം കറന്റ് ആയിട്ടുള്ള ചെയർമാൻ ആയിട്ടുള്ള ദിനേശ് ഖാരേനെ സക്സീഡ് ചെയ്തുകൊണ്ടാണ് CS ചെട്ടി വരുന്നത്. അദ്ദേഹത്തിന്റെ കാലാവധി, അതായത് ദിനേശ് ഖാരയുടെ കാലാവധി ഓഗസ്റ്റ് 28-ന് എൻഡ് ആവുകയാണ്. ലഫ്റ്റനന്റ് ജനറൽ ദേവേന്ദ്ര ശർമ്മ ടേക്സ് ഓവർ ആസ് ന്യൂ GOC, അതായത് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ഓഫ് ARTRAC. ARTRAC എന്ന് പറയുന്ന ആർമി ട്രെയിനിങ് കമാൻഡ്, ഷിംല. അപ്പൊ ലഫ്റ്റനന്റ് ജനറൽ ആയിട്ടുള്ള ദേവേന്ദ്ര ശർമ്മ 25ാമത്തെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിരിക്കുകയാണ് ആർമി ട്രെയിനിങ് കമാൻഡ് ഷിംലയിലെ. IAS ഓഫീസർ സുജാത സൗനിക് becomes Maharashtra's first female chief secretary. അപ്പൊ 1987-ലെ ബാച്ചിലെ ഒരു IAS ഓഫീസറാണ് ഈ പറയുന്ന സുജാത സൈനിക്. ഇപ്പൊ മഹാരാഷ്ട്രയിലെ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് ചാർജ് എടുത്തിരിക്കുന്നത്. മഹാരാഷ്ട്രയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 64 വർഷമായി മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓർഗനൈസ് ചെയ്തിട്ട്. ആ സ്റ്റേറ്റ് ഓർഗനൈസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഒരു വുമൺ ചീഫ് സെക്രട്ടറി അവിടെ വരുന്നത്. അപ്പൊ ആദ്യത്തെ വുമൺ ചീഫ് സെക്രട്ടറി ആണ് മഹാരാഷ്ട്രയിലെ സുജാത സൈനിക് എന്ന് പറയുന്നത്. ഗീത വിൻസ് ഫസ്റ്റ് എവർ കെ സരസ്വതി അമ്മ അവാർഡ്. കെ സരസ്വതി അമ്മ അവാർഡ് എന്ന് പറയുന്നത് വിങ്സ് ആണ് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. വുമൺസ് ഇന്റഗ്രേഷൻ ആൻഡ് ഗ്രോത്ത് ത്രൂ സ്പോർട്സ് കേരളയിലാണ് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇത് ഫെമിനിസ്റ്റ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. സിംഗറേനി CMT ബൽറാം റിസീവ്സ് ട്രീ മാൻ ഓഫ് തെലങ്കാന അവാർഡ്. അപ്പൊ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് സിംഗറേനി കൊളയറീസ് കമ്പനി ലിമിറ്റഡ് N ബാലറാമിന് ട്രീ മാൻ ഓഫ് തെലങ്കാന എന്ന് പറയുന്ന ഒരു അവാർഡ് ഗ്രീൻ ആപ്പിൾ ഫൗണ്ടേഷൻ നൽകിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം 18,000 സാമ്പിളിങ്സ് ആണ് ഇൻഡിവിജ്വലി പ്ലാൻ ചെയ്തത്. അതുവഴി 35ഓളം മിനി ഫോറസ്റ്റുകൾ 6 ഡിസ്ട്രിക്ട്, തെലങ്കാനയിൽ 6 ഡിസ്ട്രിക്റ്റിലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ആപ്പിൾ ഫൗണ്ടേഷൻ ആണ് ഈ ഒരു അവാർഡ് എല്ലാ വർഷവും കൊടുക്കുന്നത്. മെയിൻ ആയിട്ട് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ പബ്ലിക് സെക്ടറിലൂടെയും പ്രൈവറ്റ് കമ്പനീസിലൂടെയൊക്കെ ചെയ്യുന്ന ഇത് മെഷർ ചെയ്തുകൊണ്ടാണ് അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഗ്രീൻ ആപ്പിൾ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള അവാർഡ് കൊടുക്കുന്നത്. സിക്കിം സെലിബ്രേറ്റ്സ് ഗ്വാല ദിവസ് ഹോണറിംഗ് സ്റ്റേറ്റ്സ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ്. ഇപ്പൊ CM ഒരു മിൽക്ക് മാൻ ഓഫ് ദി ഇയർ അവാർഡും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു സിക്കിം CM. സിക്കിമിലെ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യാണ്. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ പ്രേം സിംഗ് തമാങ് ആണ്. ഉത്തർപ്രദേശ് ടു എസ്റ്റാബ്ലിഷ് $2,000 crore ബയോപ്ലാസ്റ്റിക് പാർക്ക്. ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഒരു ബയോപ്ലാസ്റ്റിക് പാർക്ക് അത് ഖോഖർനാഥ് ഓഫ് ലഖിംപൂർ കേരി ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുവരാൻ പോവാണ്. അതിന് 2,000 കോടിയാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് കണക്കാക്കുന്നത്. ഈ പാർക്ക് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് ബൽറാംപൂർ ഷുഗർ മിൽസ് ഫേം ആണ് അണ്ടർ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡലില്. അപ്പൊ ഉത്തർപ്രദേശ് എക്സ്പ്രസ് വേസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റി ആണ് ഇതിന്റെ ഈ പാർക്സിന്റെ ഡെവലപ്മെന്റിന് ഒരു നോഡൽ ഏജൻസി ആയിട്ട് സെർവ് ചെയ്യുന്നത്. ബയോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നാച്ചുറൽ മെറ്റീരിയൽസ് കൊണ്ട് മെയ്ഡ് ചെയ്തതാണ്. അതായത് കോൺ, സൺഫ്ലവർ, ഷുഗർ ബീറ്റ് ഒക്കെയാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് എളുപ്പത്തിൽ ഡീകമ്പോസ് ആകും. മാത്രമല്ല എൻവയോൺമെന്റ് പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നതുമില്ല. സെൻട്രൽ റെയിൽവേ ഇൻസ്റ്റാൾസ് ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ്. അപ്പൊ സെൻട്രൽ റെയിൽവേ ഒരു ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അതിൽ 10 മെഗാ MWP ആണ് അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇഗാത്പുരി ലേക്കിന്റെ അടുത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് മഹാരാഷ്ട്രയിലാണ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഇനീഷ്യേറ്റീവ് ആണിത്. അപ്പൊ റെയിൽവേ എന്ന് പറയുന്നത് സീറോ കാർബൺ എമിഷൻ എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് ഗോൾ ഉണ്ട് 2030 ആകുമ്പോഴത്തേക്കും. അപ്പൊ അതിലേക്ക് ഒരു ചവിട്ടുപടി എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലൊരു സോളാർ പ്ലാന്റ് അവർ ഇൻസ്റ്റാൾ ചെയ്തത്. PM Modi releases 3 books on life and journey of former Vice President M. Venkaiah Naidu. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി 3 ബുക്സ് ആണ് റിലീസ് ചെയ്തത്. അതിൽ വരുന്നത് ലൈഫ് ആൻഡ് ജേർണി ഓഫ് ഫോർമർ വൈസ് പ്രസിഡന്റ് M. വെങ്കയ്യ നായിഡു ആണ്. അദ്ദേഹത്തിന്റെ ഒരു 75th ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ജൂലൈ 1 75th ബർത്ത്ഡേ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ബുക്ക് ഇറക്കിയത്. ആദ്യത്തെ വെങ്കയ്യ നായിഡു ലൈഫ് ഇൻ സർവീസ് എ ബയോഗ്രഫി ഓതേർഡ് ബൈ S. നാഗേഷ് കുമാർ. രണ്ടാമത്തെ സെലിബ്രേറ്റിംഗ് ഭാരത് ദ മിഷൻ ആൻഡ് മെസ്സേജ് ഓഫ് ശ്രീ M. വെങ്കയ്യ നായിഡു 13th വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എ ഫോട്ടോ ക്രോണിക്കിൾ കമ്പൈൽ ചെയ്തത് സുബ്ബാറാവു. പിന്നെ വരുന്ന മഹാനേത ലൈഫ് ആൻഡ് ജേർണി ഓഫ് ശ്രീ M. വെങ്കയ്യ നായിഡു എ പിക്ടോറിയൽ ബയോഗ്രഫി ഇൻ തെലുങ്കു ഓതർ ചെയ്തത് സഞ്ജയ് കിഷോർ.
Mansukh Mandaviya, Hardeep Singh Puri unveiled ceremonial dress and playing kit for Paris Olympics. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് 120 അത്ലറ്റ്സിനെയാണ് ഒളിമ്പിക്സിന് വേണ്ടി തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പൊ മൻസുഖ് മാണ്ഡവ്യ അതുപോലെ മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ്. ഹർദീപ് സിംഗ് പുരി മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഓക്കെ, ഇപ്പൊ 3 കിറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. പ്ലേയിങ് കിറ്റ് ഉണ്ട്, അത് JSW ഇൻസ്പയർ ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സെറിമോണിയൽ ഡ്രസ് ഉണ്ട്, അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തരുൺ തഖ്ലിയാനി ഓണ്ട് TAS VA ആണ്. അതുപോലെ പെർഫോമൻസ് ഷൂ ഉണ്ട്, ട്രാവൽ ഗിയർ ഉണ്ട്, അത് പൂമയാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, MoSPI launched SNKG portal for enhanced data access. E-Sankhya portal for enhanced data access. E-Sankhya portal എന്ന് പറയുന്നത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഡോക്ടർ അരവിന്ദ് പദ്കാരിയാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം 16th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആണ്. അപ്പൊ ഇതിനകത്ത് പോളിസി മേക്കേഴ്സിനെ കുറിച്ചും പ്ലാനേഴ്സിനെ കുറിച്ചൊക്കെ റിയൽ ടൈം ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിസർച്ചേഴ്സിനെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിന്റെ പോർട്ടലിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് ഡാറ്റ മാനേജ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ ഒരു ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള ഒരു ഷെയറിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. INS Shivalik joins 29th RIMPAC exercise in Hawaii. Indian Navy, world largest naval military വാർക്കേമില്ല, അതായത് റിം ഓഫ് പസഫിക് എക്സസൈസ് റിംപാക് എന്നാണ് അറിയപ്പെടുന്നത്, ഹവായിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് 29 നേഷൻസും 40 സർഫസ് ഷിപ്സ്, 3 സബ്മറൈൻസ്, ഓവർ ഒരു 150ഓളം എയർക്രാഫ്റ്റും മോർ ദാൻ 25,000 പേഴ്സണൽസുമാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ട് ലൈനിൽ വാർഷിപ്പ് ആയിട്ടുള്ള INS ശിവാലിക്കിനാണ് റിംപാക്കില് ഡിപ്ലോയ് ചെയ്തത്. ഇമ്പാക്ട് 2024 തീം എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ഇന്റഗ്രേറ്റഡ് ആൻഡ് പ്രിപ്പയർഡ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഹാർബർ ഫേസ് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് June 27 മുതൽ July 7 വരെയാണ് അത് നടന്നുകൊണ്ടിരുന്നത്. റിംപാക് എക്സസൈസ് എന്ന് പറയുന്നത് August 1 വരെയാണ് നടക്കാൻ പോകുന്നത്. റിംപാക് എന്താണെന്ന് കൂടെ നോക്കാം. ലാർജസ്റ്റ് ബൈനിയൽ മൾട്ടിലാറ്ററൽ നേവൽ എക്സസൈസ് ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ഇത് ലീഡ് ചെയ്യുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 1971 ഇത് ആദ്യമായിട്ട് നടത്തിയത്. ഒരു ആനുവൽ എക്സസൈസ് ആയിട്ട് US-ഉം ഓസ്ട്രേലിയയും കാനഡയും കൂടെ തുടങ്ങി വെച്ചതാണ്. പിന്നീട് 1974 ഇത് മാരിടൈം എക്സസൈസ് ആയിട്ട് മാറി, ഒരു ബൈനിയൽ ഇവന്റ് ആയിട്ട് മാറി. INS ശിവാലിക് എന്താണെന്ന് കൂടെ നോക്കാം. ഇന്ത്യയുടെ ഫസ്റ്റ് സ്റ്റീൽ ഫ്രിഗേറ്റ് ആണ് ഈ INS ശിവാലിക് എന്ന് പറയുന്നത്. ശിവാലിക് സീരീസിൽ വരുന്നതാണ്. ഫ്രഗ് 17ന്റെ ഭാഗമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് മസാഗൺ ഡോക്ക് ലിമിറ്റഡ് മുംബൈയിൽ വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തത്. ഇത് ഇന്ത്യൻ നേവിക്ക് കമ്മീഷൻ ചെയ്തത് April 29, 2010 ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കോഡോക്ക്, അതായത് കമ്പൈൻഡ് ഡീസൽ ഓർ ഗ്യാസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തത്. പ്രൊപ്പൾഷൻ സിസ്റ്റം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നേവിയിലേക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒന്ന് വരുന്നത്. റയർ മോത്ത് എൻഡമിക് ടു വെസ്റ്റേൺ ഗട്ട് റീഡിസ്കവേർഡ് ഇൻ നീലഗിരി ആഫ്റ്റർ 132 years. ഇപ്പം കൈറട്ടോൾപിസ് എറുബസൻസ് ഒരു റയർ മോത്ത് ആണ്. ഇത് വെസ്റ്റേൺ ഗട്ടിലേക്ക് എൻഡമിക് ആയിട്ടുള്ള ഒരു റയർ മോത്ത് ആണ്. ഇത് നീലഗിരി വൈൽഡ് റിസർവിനെ ഇൻഹാബിറ്റ് ചെയ്തിരുന്നതാണ്. ഈ സ്പീഷീസ് 132 വർഷങ്ങൾക്ക് ശേഷം റീഡിസ്കവർ ചെയ്തിരിക്കുകയാണ്. ഇത് ആദ്യം ഡിസ്കവർ ചെയ്തത് ബ്രിട്ടീഷ് എൻഡമോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് ഫ്രാൻസിസ് ഹാംപ്റ്റൺ ആണ് 1891. ജപ്പാൻ ടു ലോഞ്ച് ന്യൂ ബാങ്ക് നോട്ട് ഓൺ July 3. വേൾഡിലെ ഫസ്റ്റ് ഒരു കട്ടിംഗ് എഡ്ജ് ഹോളോഗ്രാഫി യൂസ് ചെയ്തുകൊണ്ടാണ് ഇവരൊരു ഹിസ്റ്റോഗ്രാഫിക് ഫിഗേഴ്സ് അപ്പിയർ ചെയ്യുന്ന, അത് റൊട്ടേറ്റ് ചെയ്ത് ഒരു 3D പോലെ തോന്നുന്ന രീതിയിലുള്ള ബാങ്ക് നോട്ട്സ് ഇറക്കുന്നത്. ടാക്ടൈൽ മാർക്സ് ഫോർ ദ വിഷ്വലി ഇംപയർഡ് വിൽ ഓൾസോ മേക്ക് ദം റെക്കഗ്നൈസബിൾ ടു. ഇപ്പോ ടാക്ടൈൽ മാർക്സ് അതിനകത്തുണ്ട്. അപ്പൊ വിഷ്വലി ഇംപയർഡ് ആയവർക്ക് അത് ടച്ച് ചെയ്തുകൊണ്ട് അത് ഏത് നോട്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3rd July ഇന്റർനാഷണൽ പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേ ആണ്. എല്ലാ വർഷവും July 3 ഇൻഡിവിജ്വൽസും കമ്മ്യൂണിറ്റീസും ഒക്കെ ഗ്ലോബലി ഇന്റർനാഷണൽ പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡേ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബാഗ്സ് നമ്മുടെ എൻവയോൺമെന്റിന് എത്രത്തോളം ഡെട്രിമെന്റൽ ആണ് എന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ കൊണ്ടുവന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എഫേർട്സ് എടുക്കാം എന്നുള്ളത് ഇതിനകത്ത് പറയുന്നുണ്ട്. 13th edition ഓഫ് ഇന്ത്യ തായ്ലൻഡ് ജോയിന്റ് മിലിറ്ററി എക്സസൈസ് മൈത്രി. അപ്പൊ ഇത് July 1 to 15 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 2024. ഈ എക്സസൈസ് എന്ന് പറയുന്നത് ഫോർട്ട് വാജിർ പ്രാഖൻ ഇൻ താക് പ്രൊവിൻസ് തായ്ലൻഡിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പ്രീവിയസ് എഡിഷൻ ഉംറോയ് മേഘാലയയിൽ വെച്ചിട്ടാണ് 2019 നടന്നത്.
ഇതൊരു ആനുവൽ ട്രെയിനിങ് ഇവന്റ് ആണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയും തായ്ലൻഡും ഓൾട്ടർനേറ്റ് ആയിട്ടാണ്. 2006 മുതൽ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ആർമിയുടെ 76 മെമ്പർ കണ്ടിൻജന്റ് ആണ്. പ്രൈമർലി ലഡാക്ക് സ്കൗട്ടുകളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അതുപോലെ റോയൽ തായ്ലൻഡ് ആർമി ഇതിനകത്ത് 76 അവിടെ നിന്നുള്ള 76 പേഴ്സൺസും പങ്കെടുക്കുന്നുണ്ട്. മെയിൻലി ഫ്രം ദ ഫസ്റ്റ് ബറ്റാലിയൻ. 14 ഇൻഫാൻട്രി റെജിമെന്റ് ഓഫ് 4th ഡിവിഷനും അതിനകത്ത് തായ്ലൻഡിൽ നിന്നുള്ള ഒരു പേഴ്സൺസ്, തായ്ലൻഡിൽ നിന്നുള്ള കണ്ടിൻജന്റിന്റെ പേരാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഈ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് കാപ്പബിലിറ്റി, ജോയിന്റ് കൗണ്ടർ ഇൻസർജൻസി അല്ലെങ്കിൽ ടെററിസ്റ്റ് ഓപ്പറേഷനിലൊക്കെ ഒരു കമ്പൈൻഡ് കാപ്പബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് ജംഗിൾ ഏരിയാസിലൊക്കെ അർബൻ എൻവയോൺമെന്റ്സിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ചാപ്റ്റർ 6 പ്രകാരം അർബൻ എൻവയോൺമെന്റ്സിന്റെ ഒക്കെ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. പിന്നെ ഇന്ത്യൻ തായ്ലൻഡും തമ്മിൽ വേറെ കുറച്ച് എക്സസൈസസ് ഉണ്ട്. ആർമിയിൽ വരുന്നതാണ് മൈത്രി, നേവി ആണെങ്കിൽ ഇൻഡോ തായ് കോർപാറ്റ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ആണ്. എയർഫോഴ്സ് സിയാം ഭാരത് എന്ന് പറയുന്ന ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. വെപ്പൺ സിസ്റ്റംസ് സ്കൂൾ ഇനാഗുറേറ്റഡ് ബൈ ദി ചീഫ് ഓഫ് ദി എയർ സ്റ്റാഫ് അറ്റ് ബെങ്കുംപെറ്റ്, ഹൈദരാബാദ്. ഒരു വെപ്പൺ സിസ്റ്റം സ്കൂള് ഹൈദരാബാദില് IAS ചീഫ് എയർ ചീഫ് മാർഷൽ VR ചൗധരി എയർഫോഴ്സ് സ്റ്റേഷൻ ബെങ്കുംപെറ്റ്, ഹൈദരാബാദില് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇതൊരു ന്യൂ ട്രെയിനിങ് ഫെസിലിറ്റി ആണ് ഓഫർ ചെയ്യുന്നത്. സ്പെഷ്യലൈസ്ഡ് സ്ട്രീംഡ് എന്ന് പറയുന്ന കാഡറ്റ്സിന് സർഫസ് ടു എയർ വെപ്പൺസ് ഹാൻഡിൽ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ റിമോട്ട്ലി പൈലറ്റഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാന്, സർഫസ് ടു സർഫർ വെപ്പൺ സിസ്റ്റംസ്, സ്പേസ് ബേസ്ഡ് ഇന്റലിജൻസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കാഡറ്റ്സിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. SEBEX-2, India gets one of the most powerful non-nuclear bomb. SEBEX-2 എന്ന് പറയുന്നത് ഇക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് സോളാർ ഗ്രൂപ്പ് ആണ് അവർ ഡെവലപ്പ് ചെയ്തതാണ്. മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഈ എക്സ്പ്ലോസീവ് എന്ന് പറയുന്നത് ഇതിന്റെ ലിഥാലിറ്റി 2.01 ടൈംസ് ഗ്രേറ്റർ ദാൻ സ്റ്റാൻഡേർഡ് TNT. അതായത് ട്രൈ നൈട്രോ ടോളുവിൻ വെച്ച് നോക്കുവാണെങ്കിൽ അതിനേക്കാളും 2.01 ടൈംസ് ഗ്രേറ്റർ ലിഥാലിറ്റി ആണ് സെബെക്സിന് വരുന്നത്. So it has been evaluated, tested and certified by the Navy under its Defense Export Promotion Scheme. അപ്പൊ നേവിയുടെ ഡിഫൻസ് എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമിന്റെ ഭാഗമായി ഇത് ഇവാലുവേറ്റ് ചെയ്യുകയും ടെസ്റ്റ് ചെയ്യുകയും സർട്ടിഫൈ ചെയ്തൊക്കെ ചെയ്തു. SEBEX-2 എന്ന് പറയുന്നത് ഹൈ മെൽറ്റിംഗ് എക്സ്പ്ലോസീവ്സ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇറ്റ് ക്യാൻ ഗ്രേറ്റ്ലി ഇൻക്രീസസ് ദ ഡിസ്ട്രക്റ്റീവ് പവർ ഓഫ് മെനി വെപ്പൺസ്. അതായത് സാധാരണ ബോംബ്, ഗൺഷെൽസ്, വാർ ഹെഡ്സ് ഇതിനൊക്കെ എക്സ്ട്രാ വെയിറ്റ് കൊടുക്കാതെ തന്നെ ഇതിന്റെ ഡിസ്ട്രക്റ്റീവ് പവർ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് SEBEX-2 സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ്, മനോജ് ബാജ്പേയി ദ ഡെഫിനിറ്റീവ് ബയോഗ്രഫി ഓതേർഡ് ബൈ പീയൂഷ് പാണ്ഡെ. മനോജ് ബാജ്പേയിയുടെ ഒരു ബയോഗ്രഫി പീയൂഷ് പാണ്ഡെ ഓതർ ചെയ്യുന്ന ഒരു ബയോഗ്രഫി ഇറങ്ങിയിരിക്കുകയാണ്. മനോജ് പാണ്ഡെ ദ ഡെഫിനിറ്റീവ് ബയോഗ്രഫി എന്നുള്ളതാണ് ഇതിനൊരു പേര് കൊടുത്തിരിക്കുന്നത്. It is translated into English by the journalist Rohit Watts. Rohit Watts ആണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഫ്രം പാണ്ഡേസ് ഒറിജിനൽ ഹിന്ദി ബുക്ക്. പാണ്ഡെ അത് ആക്ച്വലി ഒറിജിനൽ ആയിട്ട് എഴുതിയത് ഹിന്ദി ബുക്കിലാണ്. അപ്പൊ അതിന് അദ്ദേഹം പാണ്ഡെ, അതായത് പീയൂഷ് പാണ്ഡെ കൊടുത്ത പേര് കുച്ച് പാനെ കി സിറ്റ് എന്നുള്ളതാണ്. അതിനെ ഇംഗ്ലീഷിലേക്ക് ആക്കിയപ്പോൾ മനോജ് ബാജ്പേയി ദ ഡെഫിനിറ്റീവ് ബയോഗ്രഫി എന്നുള്ള ഒരു പേര് കൊടുത്തു. 2019 മനോജ് ബാജ്പേയി പത്മശ്രീ കൊടുത്തുകൊണ്ട് ആർട്ടിന്റെ കോൺട്രിബ്യൂഷന് വേണ്ടി പത്മശ്രീ കൊടുത്തുകൊണ്ട് രാജ്യം ആദരിച്ചിരുന്നു. RSS ചീഫ് മോഹൻ ഭാഗ്വത് റിലീസസ് ബുക്ക് ഓൺ 1965 വാർ ഹീറോ അബ്ദുൾ ഹമീദ്. രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, അതാണ് RSS. അതിന്റെ ചീഫ് ആയിട്ടുള്ള മോഹൻ ഭാഗ്വത് അബ്ദുൾ ഹാമിദിന്റെ നേറ്റീവ് വില്ലേജ് വിസിറ്റ് ചെയ്തു. ദാംപൂർ ആണത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഒരു ബുക്ക് റിലീസ് ചെയ്തു ഹാമിദ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതിന്റെ ടൈറ്റിൽ മേര പാപ്പ പരംവീർ എന്നുള്ളതാണ്. വേറൊരു ബുക്കും കൂടി ഉണ്ട്, ഭാരത് കാ മുസൽമാൻ എന്നുള്ളൊരു ബുക്ക്. അങ്ങനെ 2 ബുക്ക് അദ്ദേഹം റിലീസ് ചെയ്തു. കമ്പനി ക്വാർട്ടർ മാസ്റ്റർ ഹവിൽദാർ അബ്ദുൾ ഹമീദ് laid his life down while fighting Pakistan army in the battle of അസൽ ഉത്തർ. ഇപ്പൊ അസൽ ഉത്തർ ബാറ്റിലില് പാകിസ്ഥാൻ ആർമിയായിട്ട് ഫൈറ്റ് ചെയ്ത ഒരാളാണ് അബ്ദുൾ ഹാമിദ്. വൺ ഓഫ് ദി ലാർജസ്റ്റ് ടാങ്ക് ബാറ്റിൽസ് ഫൗട്ട് ഡ്യൂറിംഗ് ദ 1965 ഇൻഡോ പാകിസ്ഥാൻ വാർ. ഇൻഡോ പാകിസ്ഥാൻ വാർ 1965 നടന്നപ്പോൾ ഒരു ലാർജസ്റ്റ് ടാങ്ക് ബാറ്റിൽസ് നടന്ന ബാറ്റിൽ ഓഫ് അസൽ ഉത്തറിലാണ്. അതിൽ ഫൈറ്റ് ചെയ്ത ഒരാളാണ് ഇദ്ദേഹം. ഹാമിദ് എന്ന് പറയുന്നത് ആ സമയത്ത് പരമവീർ ചക്ര അദ്ദേഹത്തിന് അവാർഡ് ചെയ്തിരുന്നു. ഇന്ത്യയിലെ ഹയസ്റ്റ് ഗാലൻട്രി അവാർഡാണ്. പോസ്റ്റ്മസ്ലി ആണ്, മരണശേഷമാണ് അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് കൊടുക്കുന്നത്. ഷാരൂഖ് ഖാൻ to receive Career Achievement Award at Locarno Film Festival.
ഷാരൂഖ് ഖാന് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പാർഡോ അല്ല കരിയറ ഫോർ കരിയർ ലെപ്പേർഡ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അത് ലൊക്കാർണോ ഫിലിം ഫെസ്റ്റിവൽ സ്വിറ്റ്സർലൻഡിൽ 2024 നടന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തത്. അദ്ദേഹം ഈ ഒരു പാർഡോ അല്ല കരിയർ അസ്കോന ലൊക്കാർണോ ടൂറിസം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ പേഴ്സൺ ആണ് അദ്ദേഹം. ഹി ഹാഡ് പത്മശ്രീ ഫ്രം ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 2005 അദ്ദേഹത്തിന് പത്മശ്രീയും കൊടുത്തിരുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യ റിസീവ്സ് അടൽ പെൻഷൻ യോജന ആനുവൽ അവാർഡ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 2023-24. ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അടൽ പെൻഷൻ യോജന ആനുവൽ അവാർഡ് കിട്ടി. APY അൾട്ടിമേറ്റ് ചാമ്പ്യൻസ് കപ്പ് ഫ്രം PFRDA. അപ്പോൾ 3 POI ബ്രാഞ്ചസ് ആണ് റെക്കഗ്നൈസ് ചെയ്തത്, ടോപ്പ് 5 ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത് ഈ API എൻറോൾമെന്റുമായിട്ട് ബന്ധപ്പെട്ട്. BOA അതായത് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്ത് 1906 നാഷണലൈസ് ചെയ്തത് 1969 ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഇപ്പോഴത്തെ CMD രജനീഷ് കർണാടക് ആണ്. നെക്സ്റ്റ്, വാട്ട് ഇസ് പ്രൊജക്ട് നെക്സസ്? പ്രൊജക്ട് നെക്സസ് എന്ന് പറയുന്നത് RBI ആയിട്ട് ബന്ധപ്പെട്ടാണ്, നമുക്ക് നോക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ജോയിൻഡ് പ്രൊജക്ട് നെക്സസ്, എ മൾട്ടിലാറ്ററൽ ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ് to enable instant cross-border retail payment by interlinking domestic fast payment systems. അപ്പോൾ ഒരു ഇൻസ്റ്റന്റ് ക്രോസ് ബോർഡർ റിറ്റെയിൽ പേയ്മെന്റിന് വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റത്തിനെ ഇന്റർലിങ്ക് ചെയ്യുന്ന ഒരു മൾട്ടിലാറ്ററൽ ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ് ആണ് പ്രൊജക്ട് നെക്സസ്. അതിലേക്ക് RBI ജോയിൻ ചെയ്തു. പ്രൊജക്ട് നെക്സസ് എന്ന് പറയുന്നത് കൺസെപ്ഷ്യലൈസ് ചെയ്തത് ഇന്നോവേറ്റീവ് ഹബ് ഓഫ് ദി ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് ആണ്. അപ്പോൾ ഇന്ത്യസ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI, അതുപോലെ FPSS ഓഫ് മലേഷ്യ ആൻഡ് ഫിലിപ്പീൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ്, ഇതെല്ലാം കൂടിയിട്ടാണ് ഈ നെക്സസ് പ്രൊജക്ടിലൂടെ ഇന്റർലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ ഏതൊക്കെ കൺട്രീസ് ആണ് ജോയിൻ ചെയ്തത് എന്ന് നോക്കാം. പ്രൊജക്ട് നെക്സസ് എന്ന് പറയുന്നത് FPSS ഓഫ് 4 അസോസിയേഷൻസ് ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ഏഷ്യയിൽ വരുന്ന ഏകദേശം 4 കൺട്രീസിന്റെ FPSകളെയും അതുപോലെ ഇന്ത്യയും തമ്മിൽ ഇന്ത്യയുടെ UPയും തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഈ ഒരു പ്രൊജക്ട്. അതിലെ 4 രാജ്യങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, പിന്നെ വരുന്നത് ഇന്ത്യയാണ്. അപ്പോ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൊജക്ട് മുന്നോട്ട് വരുന്നത്. ഇന്തോനേഷ്യ ഈ പ്ലാറ്റ്ഫോമിലേക്ക് പിന്നീട് ജോയിൻ ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വീണ്ടും കുറെ കൺട്രീസിലേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. SBI launches MSME Sahaj 15-minute ഓൺലൈൻ ലോൺ സൊല്യൂഷൻ. ഈ സൊല്യൂഷന്റെ പേര് MSME Sahaj end-to-end ഡിജിറ്റൽ ഇൻവോയ്സ് ഫിനാൻസിംഗ് എന്നാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് it has been developed that will provide solutions ranging from applying the loan documentations and disbursement of the sanction loan within 15 minutes without any manual intervention. അപ്പൊ ഇത് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡോക്യുമെന്റേഷൻസ്, അതിന്റെ ലോൺ സാങ്ഷൻ ചെയ്യാനൊക്കെ ഒത്തിരി ടൈം എടുക്കാറുണ്ട്. പക്ഷെ ഇതിനകത്ത് ടൈം എന്ന് പറയുന്നത് വെറും 15 മിനിറ്റ്സ് ആണ്. ഒരു തരത്തിലുള്ള മാനുവൽ ഇന്റർവെൻഷൻ അവിടെ ഉണ്ടാകില്ല. അപ്പൊ ബാങ്കിലെ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടെ GST രജിസ്റ്റേർഡ് സെയിൽസിന്റെ ഇൻവോയ്സസ് അപ് ടു 1 lakh വരെയുള്ളത് ലെസ് ദാൻ 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ അവർക്ക് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ടാറ്റ ഗ്രൂപ്പ് ടോപ്പ് ഇന്ത്യസ് മോസ്റ്റ് വാല്യൂബിൾ ബ്രാൻഡ്സ് ലിസ്റ്റ്. ഇപ്പൊ ടാറ്റ ഗ്രൂപ്പ് ആണ് ഇന്ത്യയിലെ മോസ്റ്റ് വാല്യൂബിൾ ബ്രാൻഡിന്റെ ഒരു ഇത് കിട്ടുന്നത്. ബ്രാൻഡ് വാല്യൂ 28.6 ബില്യൺ ആണ്. ഇൻഫോസിസിനാണ് സെക്കൻഡ് ബ്രാൻഡ് വാല്യൂ 14.2 ബില്യൺ. അത് ഫോളോ ചെയ്തുകൊണ്ട് തേർഡ് വരുന്ന HDFC ആണ്. ICICI ബാങ്ക് ലോഞ്ചസ് Sapphire Forex card for students studying abroad. ICICI ബാങ്ക് പ്രീപെയ്ഡ് Sapphire Forex കാർഡ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്പെഷ്യലി അബ്രോഡ് പോയി ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഈ കാർഡ് എന്ന് പറയുന്നത് വിസ പവർഡ് ബൈ വിസ കൂടെ ചെയ്യുന്ന ഒരു കാർഡാണ്. ഇതിനകത്ത് എക്സ്ക്ലൂസീവ് ആയിട്ട് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് മെയിനായിട്ട് പുറത്ത് ഉള്ള സ്റ്റുഡൻസിന്. അവരുടെ പാരന്റ്സിന് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ ഫീ അടയ്ക്കുക, കോഴ്സ് റിലേറ്റഡ് ഫീസ്, ഡേ ടു ഡേ എക്സ്പെൻസസ്, ട്രാവല്, ഡൈനിങ്, ഗ്രോസറീസ്, ഇതെല്ലാം എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കാർഡിനകത്ത് the card offers the freedom of loading and transaction in 15 currencies without any cross currency markup charge being levied by the bank. അപ്പോൾ 15ഓളം കറൻസീസ് ഒരു ക്രോസ് കറൻസി മാർക്കപ്പ് ചാർജ് ഇല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ കാർഡിന് iMobile Pay എന്ന് പറയുന്ന ഒരു ഡിജിറ്റലിയും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ പാരന്റ്സിനോ സ്റ്റുഡൻസിനോ ഇന്റർനെറ്റ് വഴിയും ഇൻസ്റ്റന്റ്ലി ഏത് ടൈമും എവിടെ ഇരുന്ന് വേണമെങ്കിലും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് യൂണിയൻ പ്രീമിയർ ബ്രാഞ്ചസ് ഫോർ ഹൈ വാല്യൂ കസ്റ്റമേഴ്സ് ഇൻ റൂറൽ ആൻഡ് സെമി റൂറൽ മാർക്കറ്റ്സ്. അപ്പോൾ ഇത് മെയിൻ ആയിട്ട് പേഴ്സണലൈസ്ഡ് ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സും സർവീസസും ഹൈ വാല്യൂ കസ്റ്റമേഴ്സിന് മെയിൻ ആയിട്ട് റൂറൽ ആൻഡ് സെമി അർബൻ മാർക്കറ്റ്സിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 41,000-year-old ostrich nest found in പ്രഖാസ, ആന്ധ്രാപ്രദേശ്. അപ്പോൾ വേൾഡിലെ ഓൾഡസ്റ്റ് നോൺ ഓസ്ട്രിച്ച് നെസ്റ്റ് ആണ് പ്രകാസം സൈറ്റ്, ഫോസിൽ സൈറ്റ് ആണ് അവിടെ നിന്ന് കിട്ടിയത്. ഈ നെസ്റ്റ് ഏകദേശം 9 to 10 feet ആണ് വിട്ട് വരുന്നത്. 9 to 11 eggs ആണ് അതിനകത്ത് കണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഒരു 30 to 40 eggs അറ്റ് എ ടൈം ഹോൾഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. ഗേവ് ക്രൂഷ്യൽ ഇൻസൈറ്റ്സ് ഇൻ അബൌട്ട് എക്സ്റ്റിങ്ഷൻ ഓഫ് മെഗാഫ്യൂണ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മെഗാഫ്യൂണയുടെ എക്സ്റ്റിങ്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്രൂഷ്യൽ സൈറ്റ്സ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. മെഗാഫ്യൂണ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് അനിമൽസ് വെയിങ് മോർ ദാൻ 50 കിലോഗ്രാം. 50 കിലോഗ്രാമിന് കൂടുതൽ വെയിറ്റ് ഉള്ള അനിമൽസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് മെഗാഫ്യൂണ എന്ന് പറയുന്നത്. ഓസ്ട്രിച്ച് മെഗാ ഒംനിവോസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അഡൾട്ട് ഓസ്ട്രിച്ചിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 90 to 140 കിലോഗ്രാം ആണ്. ഹൈറ്റ് ഒരു 7 to 9 feet വരെ വരും. അരുണാചൽ അസാം ഡിസ്ട്രിക്ട് മാർക്ക് ബെസ്റ്റ് ഇൻ പ്രിവെന്റിംഗ് ഡ്രഗ് അബ്യൂസ് എമംഗ് ചിൽഡ്രൻ. അസാമിലെ ദറാം, അതുപോലെ ദിബാങ് വല്ലി ഇൻ അരുണാചൽ പ്രദേശ്. ഈ രണ്ട് ഡിസ്ട്രിക്റ്റുകളാണ് ടോപ്പ് 2 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ബെസ്റ്റ് 30 പെർഫോമിംഗ് ഡിസ്ട്രിക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്തു. മെയിൻ ആയിട്ട് ഡ്രഗ്സിനെയും അതുപോലെ അത്തരത്തിലുള്ള അബ്യൂസിങ് സബ്സ്റ്റൻസസിന്റെ ഒക്കെ ഉപയോഗം കുട്ടികളിലും കുറയ്ക്കാനും ഇലിസിറ്റിക് ട്രാഫിക്കിംഗ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അതിൽ ടോപ്പ് 2 പെർഫോമിംഗ് ആയിട്ടുള്ള രണ്ട് ഡിസ്ട്രിക്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്, ധറാങ്ങും ദിബാങ് വല്ലി. ഈ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആണ്. അതുപോലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും കൂടി ചേർന്ന് 2021 ഫെബ്രുവരിയിലാണ് റിലീസ് ചെയ്തത്. AK Chowdhury, CS Kar appointed as ED RBI. Reserve Bank of India appointed Arnab Kumar Chowdhury, അതുപോലെ ചാരുലത എസ് കാർ, ഇവർ രണ്ടുപേരും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അൽബേനിയാസ് വേൾഡ്സ് റിനൗണ്ട് നോവലിസ്റ്റ് ഇസ്മയിൽ ഖാദേർ ഡൈസ്. ഇന്റർനാഷണൽ റെക്കഗ്നൈസ് ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു നോവലാണ് ദ ജനറൽ ഓഫ് ദ ഡെഡ് ആർമി എന്ന് പറയുന്നത്. 1963 അത് പബ്ലിഷ് ചെയ്തത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാർക്കോൺ അദ്ദേഹത്തിന് ഗ്രാൻഡ് ഓഫീസർ ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹംഗറി ടേക്സ് ഓവർ റൊട്ടേറ്റിംഗ് പ്രസിഡൻസി ഓഫ് യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ ഫോർ 6 months. അപ്പൊ ഹംഗറി 6 month ഒരു റൊട്ടേറ്റിംഗ് പ്രസിഡന്റ്, യൂറോപ്യൻ യൂണിയന്റെ ഒരു 6 months റൊട്ടേറ്റിംഗ് പ്രസിഡൻസി ടേക്ക് ഓവർ ചെയ്തു ഫ്രം ബെൽജിയം ഓൺ July 1st, 2024, ബ്രൂസൽസ്, ബെൽജിയം. അപ്പൊ ഹംഗറീസ് യൂറോപ്യൻ യൂണിയൻ പ്രസിഡൻസിയുടെ മോട്ടോ എന്ന് പറയുന്നത് മേക്ക് യൂറോപ്പ് ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതാണ്. 7 പ്രയോറിറ്റീസ് ആണ് ഹംഗറി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനെ കോമ്പറ്റീറ്റീവ്നെസ് എൻഹാൻസ് ചെയ്യുക, റെയിൻഫോഴ്സിംഗ് യൂറോപ്യൻ ഡിഫൻസ് പോളിസി, അതുപോലെ യൂറോപ്യൻ യൂണിയൻ ഇൻലാർജ്മെന്റ്, സ്റ്റെമിംഗ് ഇല്ലീഗൽ മൈഗ്രേഷൻ, ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഓഫ് കൊഹഷൻ പോളിസി, അതുപോലെ ഫാർമർ ഓറിയന്റഡ് ആയിട്ടുള്ള ഫോർമുലേഷൻസും അഗ്രികൾച്ചർ പോളിസീസും കൊണ്ടുവരിക, യൂറോപ്യൻ ഡെമോഗ്രാഫിക് ചാലഞ്ചസ് അഡ്രസ് ചെയ്യുക. ഇതൊക്കെയാണ് അവരുടെ 7 പ്രയോറിറ്റീസ് എന്ന് പറയുന്നത്. Bornean elephant classified as endangered in IUCN list. അപ്പൊ സ്മോളസ്റ്റ് ഏഷ്യൻ എലഫന്റിന്റെ ഒരു സബ്സ്പീഷീസ് ആണ് ബോർണിയൻ എലഫന്റ്. എലഫാസ് മാക്സിമസ് ബോർണിയൻസിസ് എന്നാണ് അതിന്റെ പേര്, സയന്റിഫിക് നെയിം. ഇതിപ്പോ എൻഡേഞ്ചേർഡ് ആയിട്ട് IUCN റെഡ് ലിസ്റ്റിൽ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത് സുമാത്ര, ബോർണിയോ അവിടെയൊക്കെയുള്ള ഫോറസ്റ്റുകളിലാണ്. ഓൺലി ഒരു അറൌണ്ട് 1000 ഇൻഡിവിജ്വൽസ് ആണ് ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം ഹാബിറ്റേറ്റ് ലോസ് കാരണം, ലോഗിങ്ങും ഓയിൽ പാം പ്ലാന്റേഷൻസ് ഒക്കെ കാരണം ത്രെട്ട് നേരിട്ടുകൊണ്ട് ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ എലഫന്റ്സ് അവർക്ക് സ്മോൾ സൈസ് ആണ്. അവരുടെ മെയിൽസിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 2.5 meter ഹൈറ്റിലേക്ക് എത്തുള്ളൂ. മെയിൻ ആയിട്ട് 3 meter, ഒരു മെയിൻ ലാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ 3 meter. ഏഷ്യൻ എലഫന്റ് എൽഫാസ് മാക്സിമസിന്റെ തന്നെ നമ്മൾ എൻഡേഞ്ചേർഡ് ആയിട്ട് 1986 കൺസിഡർ ചെയ്തിരുന്നു. അതിന്റെ ഒരു സബ്സ്പീഷീസ് തന്നെയാണ് ഈ ബോർണിയൻ എലഫന്റ് എന്ന് പറയുന്നത്. Vishwanathan Anand wins Leon Masters chess title for the 10th time. 5-time വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള വിശ്വനാഥൻ ആനന്ദ് ജെയ്മെ സന്തോസ് ലതാസ എന്ന് പറയുന്ന സ്പെയിനിന്റെ ഒരു താരത്തിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റ് എന്ന് പറയുന്നത് ലിയോൺ സിറ്റി ഓഫ് സ്പെയിനിലാണ് നടന്നത്. ഈ ടൂർണമെന്റിന്റെ
ഫീച്ചർ ചെയ്തത് 4 പ്ലെയേഴ്സ് ആണ്. വിശ്വനാഥൻ ആനന്ദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 15 ഇയർ ഓൾഡ് ആയിരുന്ന സമയത്ത് തന്നെ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് നോമിൽ കയറിയ ഒരു ആളാണ്. യങ്ങസ്റ്റ് ഇന്ത്യൻ ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് 1988 വേൾഡ് ചെസ് ചാമ്പ്യൻസ് 5 ടൈം കിട്ടിയ ഒരു അദ്ദേഹമാണ്. 5D വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പും അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട്. ആനന്ദ് ഏപ്രിൽ 2006 ഫോർത്ത് പ്ലെയർ ആഫ്റ്റർ ഗാരി കസ്പാറോവ്, വ്ളാഡിമിർ ക്രാംനിക്, വെസ്ലിൻ തൊപ്ലവ് ഇവർക്കൊക്കെ ശേഷം 4ാമത്തെ ഒരു റേറ്റിംഗിലേക്ക് എത്തിച്ചേർന്നു. He has been world number ranked player for 21 months. 21ഓളം മാസമായിട്ട് അദ്ദേഹം ഒരു വേൾഡ് നമ്പർ 1 പ്ലെയർ ആയിട്ട് തന്നെ നിലനിൽക്കുകയായിരുന്നു. India finishes on top at under 23 Asian Wrestling Championship in Jordan. റെസ്ലിംഗിലെ ഇന്ത്യ ടോപ്പ് എത്തിയിരിക്കുകയാണ്. അണ്ടർ 23 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2024 അത് ജോർദനിലെ അമ്മാനിലാണ് നടന്നത്. ഇന്ത്യക്ക് ടോട്ടൽ 8 മെഡൽസ് ആണ് കിട്ടിയത്. ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗില് 8 മെഡൽസ്, അതിൽ 4 ഗോൾഡ്, 2 സിൽവർ, 2 ബ്രോൺസ് മെഡൽ ആണ്. കസക്കിസ്ഥാൻ took second place while Kyrgyzstan won third. സെക്കൻഡ് കിട്ടിയത് കസക്കിസ്ഥാൻ ആണ്, തേർഡ് കിട്ടിയത് കിർഗിസ്ഥാൻ ആണ്. ഇന്ത്യ മഗ്നോളിയ joint military exercise nomadic elephant 2024. 16th എഡിഷൻ ആണ് ഇപ്പൊ നടന്നത്. ആനുവൽ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് നൊമാഡിക് എലഫന്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ആർമിയും മംഗോളിയയും തമ്മിലാണ് നടക്കുന്നത്. ഇത് മേഘാലയയിലെ ഉംറോയി എന്ന് പറയുന്ന സ്ഥലത്ത് ജൂലൈ 3 മുതൽ 16 വരെയാണ് നടക്കാൻ പോകുന്നത്. നൊമാഡിക് എലഫന്റ് ഫസ്റ്റ് 2004 മംഗോളിയയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇതിന്റെ 15th എഡിഷൻ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് മംഗോളിയാസ് ഉലാൻ ബത്താറിലാണ് സംഘടിപ്പിച്ചത്. ഈ എക്സസൈസ് എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്ത് മേഘാലയയിലാണ്. ഇന്റർ ഓപ്പറബിലിറ്റി 2 കൺട്രീസും തമ്മിലുള്ളത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ സെമി കൺവെൻഷണൽ ഓപ്പറേഷൻസും സെമി അർബൻ മൗണ്ടൈൻ ടെറൈൻസിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ വേണ്ടിയിട്ടാണ്. എയർ ഇന്ത്യ ടു സെറ്റപ്പ് സൗത്ത് ഏഷ്യൻസ് ലാർജസ്റ്റ് ഫ്ലൈയിങ് ട്രെയിനിങ് ഓർഗനൈസേഷൻ. ടാറ്റ ഗ്രൂപ്പിന്റെ എയർ ഇന്ത്യ സൗത്ത് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ഫ്ലൈയിങ് ട്രെയിനിങ് ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് അമരാവതി ബലോറ എയർപോർട്ടിലാണ്. ലൈസൻസ് ചെയ്ത് DGCA ആണ്. ഓപ്പറേഷണൽ ബൈ Q1 FY26. FTO എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഫ്ലൈയിങ് ട്രെയിനിങ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് 31 സിംഗിൾ എഞ്ചിൻ, അതുപോലെ 3 ട്വിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ്, ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. 180 കൊമേഴ്ഷ്യൽ പൈലറ്റ് ആനുവലി അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് മഹാരാഷ്ട്ര എയർപോർട്ട് ഡെവലപ്മെന്റ് കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് സെറ്റപ്പ് ചെയ്തത്. എയർ ഇന്ത്യയുടെ CEO എന്ന് പറയുന്നത് ക്യാമ്പൽ വിൽസൺ ആണ്. ലോഞ്ച് ഓഫ് ആശ ബോസിൽസ് ബയോഗ്രഫി സ്വരവാമിനി ആശ. അപ്പോൾ ഈ ബയോഗ്രഫി എന്ന് പറയുന്നത് ലെജൻഡറി പ്ലേബാക്ക് സിംഗർ ആയിട്ടുള്ള ആശ ഭോസ്ലെയുടെ ആണ്. ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് സ്വരസ്വാമിനി ആശ എന്നുള്ള പേരിലാണ്. ഈ ബയോഗ്രഫി എന്ന് പറയുന്നത് 90 ഓതേഴ്സിന്റെ ഒരു വർക്ക്സ് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഇവന്റ് ഫീച്ചർ ചെയ്തത് RSS ചീഫ് ആയിട്ടുള്ള മോഹൻ ഭഗവത്, മുംബൈ BJP പ്രസിഡന്റ് ആശിഷ് ഷേലാർ, പണ്ഡിറ്റ് ഹൃദയനാഥ് മങ്കേഷ്കർ, സോനു നിഗം, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അതിനകത്ത് പങ്കെടുത്തിരുന്നു. ഫോർമർ ഇന്ത്യൻ മിഡ്ഫീൽഡർ ഭുപിന്ദർ സിംഗ് റാവത്ത് പാസ്ഡ് അവേ. ഭുപിന്ദർ സിംഗ് റാവത്ത് ഫോർമർ ഇന്ത്യൻ ഫുട്ബോൾ മിഡ്ഫീൽഡർ ആണ്. അദ്ദേഹത്തിന്റെ നിക് നെയിം സ്കൂട്ടർ എന്നാണ്. അദ്ദേഹത്തിന്റെ സ്പീഡ് അത്രയും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു നിക് നെയിം കിട്ടിയത്. ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അദ്ദേഹത്തിന്റെ ഡിമൈസ് കൺഫേം ചെയ്തു. റാവത്ത് എന്ന് പറയുന്ന ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ തന്നെ മെമ്പർ ആയിരുന്നു. 1969 മുതൽ തന്നെ മലേഷ്യയിലെ മെർഡേക്ക ടൂർണമെന്റ് മുതൽ സ്റ്റാർട്ട് ചെയ്താണ് അദ്ദേഹത്തിന്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. നീതി ആയോഗ് ടു ലോഞ്ച് സമ്പൂർണത അഭിയാൻ. നീതി ആയോഗ് സമ്പൂർണത അഭിയാൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു 3 month ക്യാമ്പയിൻ ആണ്. 4th ജൂലൈ മുതൽ 13th സെപ്റ്റംബർ 2024 വരെയാണ് നടക്കാൻ പോകുന്നത്. ഇത് 6 key indicators in aspirational district. Aspirational districtല് 6 key indicators അച്ചീവ് ചെയ്യുക. അതുപോലെ 6 key indicators in aspirational blocks across the country. ഈ 2 ഇഫേർട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ സമ്പൂർണത അഭിയാൻ എന്ന് പറയുന്നത് ഈ 6 ഐഡന്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സിലും സാച്ചുറേഷൻ അച്ചീവ് ചെയ്യുക. അതുപോലെ 112 ആസ്പിറേഷൻ ഡിസ്ട്രിക്ട്, 500ഓളം ആസ്പിറേഷൻ ബ്ലോക്സ് ഈ ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിന്റെ കീഴിൽ കൊണ്ടുവരിക, ആസ്പിറേഷൻ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ കീഴിൽ കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സമ്പൂർണത അഭിയാൻ എന്ന് പറയുന്നത് 6 ഐഡന്റിഫൈഡ് KPIസിനെയാണ് ഈ ആസ്പിറേഷൻ ബോക്സിൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, പെർസെന്റേജ് ഓഫ് പ്രഗ്നന്റ് വുമൺ രജിസ്റ്റേർഡ് ഫോർ
antenatal care within the first trimester. Second, the percentage of persons screened for diabetes against a targeted population in the block. അതുപോലെ ഹൈപ്പർ ടെൻഷൻ അഗേൻസ്റ്റ് ആയിട്ട് സ്ക്രീൻ ചെയ്ത ആൾക്കാരുടെ പെർസെൻറ്റേജ് ബ്ലോക്കിൽ എത്രത്തോളം ഉണ്ട്. പിന്നെ പ്രഗ്നന്റ് വുമൻസ്, അത് സപ്ലിമെന്ററി ന്യൂട്രീഷൻ ഒക്കെ എടുക്കുന്ന പ്രഗ്നന്റ് വുമൻസിന്റെ പോപ്പുലേഷൻ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസിന്റെ കീഴിൽ റെഗുലർലി എടുക്കുന്നവരുടെ എത്രത്തോളം പെർസെൻറ്റേജ് വരുന്നുണ്ട്. സോയിൽ ഹെൽത്ത് കാർഡ്, സോയിൽ സാമ്പിൾ കളക്ഷൻ ടാർഗറ്റുമായി ബന്ധപ്പെട്ട് എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ട്. അതുപോലെ പെർസെൻറ്റേജ് ഓഫ് SHGs that have received revolving fund against total SHGs in the block. ബ്ലോക്കിൽ ടോട്ടൽ SHGs എത്ര പേർക്ക് റിവോൾവിംഗ് ഫണ്ട് കിട്ടുന്നുണ്ട്, അതിന്റെ ഒരു പെർസെൻറ്റേജ്. ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റിന് കീഴിലാണെങ്കിൽ വീണ്ടും 6 കീസ് വരുന്നുണ്ട്. അതിലൊന്ന് ഈ പറഞ്ഞ 6 തന്നെയാണ്. അതായത് antenatal കെയർ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ രജിസ്റ്റർ ചെയ്ത എത്ര പ്രഗ്നന്റ് വുമൻസിന്റെ പെർസെൻറ്റേജ്, അതുപോലെ ICDS പ്രോഗ്രാമിന്റെ കീഴിൽ റെഗുലർ ആയിട്ട് സപ്ലിമെന്ററി ന്യൂട്രീഷൻ എടുക്കുന്ന പ്രഗ്നന്റ് വുമൻസിന്റെ പെർസെൻറ്റേജ്, അതുപോലെ ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന്റെ പെർസെൻറ്റേജ്, അത് 9 to 11 മന്തിന് ഇടയിലുള്ള ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന്റെ പെർസെൻറ്റേജ്. അപ്പൊ അതിൽ ഏതൊക്കെ ഇമ്മ്യൂണൈസേഷൻ ആണ് അവർ കൺസിഡർ ചെയ്തത്? BCG കൺസിഡർ ചെയ്യുന്നുണ്ട്, DPT3, OPV3, അതുപോലെ MESLS 1, ഇതെല്ലാം അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ സോയിൽ ഹെൽത്ത് കാർഡ് എത്ര എണ്ണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അതുപോലെ ഫങ്ഷണൽ ഇലക്ട്രിസിറ്റിയും സെക്കൻഡറി ലെവൽ ക്ലാസ്സസ് ഒക്കെ ഉള്ള എത്രത്തോളം സ്കൂൾസ് അവിടെ ഉണ്ട്, 1 മന്തിനുള്ളിൽ തന്നെ എത്രത്തോളം ചിൽഡ്രൻസിന് സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു അക്കാദമിക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആ ഒരു 1 മന്തിനുള്ളിൽ തന്നെ, അതിന്റെ പെർസെൻറ്റേജ്, ഇതൊക്കെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഇൻവൈറ്റ്സ് സെൽഫ് നോമിനേഷൻ ഫ്രം എലിജിബിൾ ടീച്ചേഴ്സ് ഫോർ നാഷണൽ ടീച്ചേഴ്സ് അവാർഡ്സ് 2024. അപ്പൊ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എലിജിബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സിൽ നിന്ന് നാഷണൽ ടീച്ചേഴ്സ് അവാർഡിന് വേണ്ടി സെൽഫ് നോമിനേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ 50 ടീച്ചേഴ്സ് ആണ് സെലക്ട് ചെയ്യുക. 3 സ്റ്റേജ് ആയിട്ടാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ ലെവലായിട്ട്. ഈ അവാർഡ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് കൺഫേം ചെയ്യുന്നത്. ടീച്ചേഴ്സ് ഡേ 5th സെപ്റ്റംബറിൽ വരുമ്പോൾ അതിന്റെ ആഘോഷങ്ങൾ ന്യൂഡൽഹിയിൽ വെച്ച് നടക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അവാർഡ് കൊടുക്കാറ്. ഉത്തർപ്രദേശ് നിർമ്മാൺ ബിൽ 2024 in bid to make ഉത്തർപ്രദേശ് a $1 trillion economy. അപ്പൊ ഉത്തർപ്രദേശിനെ ഒരു $1 trillion എക്കണോമി ആക്കാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഉത്തർപ്രദേശ് നോഡൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയൻ ഫോർ മാനുഫാക്ചറിംഗ് ഏരിയ ബില്ല് 2024, അതിനാണ് നിർമ്മാൺ ബിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബില്ല് അവർ പാസ് ചെയ്തു. ഈ ബില്ലിന്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയൻ അവരതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഈ കൺട്രിയിലെ ബിഗ് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് UP അട്രാക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു ഘടകം എന്ന് പറയുന്നത്. അതുപോലെ അറ്റ്ലീസ്റ്റ് 4 such SIRs will be created in UP. അങ്ങനത്തെ ഒരു 4 SIR എങ്കിലും UP ക്രിയേറ്റ് ചെയ്യാം. അത് സ്റ്റേറ്റിലെ തന്നെ 4 ജോഗ്രഫിക്കൽ ഏരിയാസിലായിട്ടായിരിക്കണം. അതുപോലെ സ്റ്റേറ്റിലെ 20,000 acres ഓഫ് ലാൻഡ് ബാങ്ക് അവൈലബിൾ ആണ്. അതുപോലെ ഈ ആക്ട് എന്ന് പറയുന്നത് കറന്റ് 3 സ്റ്റേറ്റ്സിലാണ് വരുന്നത്. അതിനകത്ത് കറന്റ് ഓൾറെഡി 3 സ്റ്റേറ്റ്സിനകത്തുണ്ട്, ഗുജറാത്ത്, രാജസ്ഥാൻ, കർണാടക. ഇതുപോലെ UPയെയും 4th സ്റ്റേറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഈ ലോ കൊണ്ടുവരുന്നത്. അപ്പൊ SIRs എന്ന് പറയുന്ന ഒരു മേജർ ഇൻവെസ്റ്റ്മെന്റ് റീജിയൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റും അതുപോലെ അതോറിറ്റി ലെവലിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സ് കൊണ്ടുവരാനും അതിന്റെ പ്രവർത്തനങ്ങൾ ബൂസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. ഈ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യൻ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷനും മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസും തമ്മിൽ ഇവര് സൈൻ ചെയ്തിട്ടുണ്ട്. UPയിലെ ബുദ്ധൽഖണ്ഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു 5,000 acres ഓഫ് ലാൻഡ് ആണ് അതിനകത്ത് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അതാണ് ഇവർ SIRന്റെ ഒരു ലാർജ് ഏരിയ ആയിട്ട്, സിമിലർലി ഒരു ലാർജ് ഏരിയ വിൽ ബി കെപ്റ്റ് ഇൻ ദ SIRന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വലിയ ഏരിയ സൂക്ഷിക്കാനും ഇവര് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോ ഭാരത് മണ്ഡപം ഡൽഹിയിൽ ഒരു ബിഗ് കൺവെൻഷൻ സെന്റർ, മൾട്ടിപർപ്പസ് ഹാള് ലക്നൌവിലും വാരണാസിയിലും ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇത് MSME ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് അവിടെ പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് ഫോർ മുഖ്യമന്ത്രി മഝി ലഡ്കി ബഹിൻ യോജന എക്സ്റ്റെൻഡ് ടു 65 years. ഇപ്പൊ ഇത് മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ ഏക്നാഥ് ഷിൻഡെ ആണ് ഇത് അനൗൺസ് ചെയ്തത്. ഈ സ്കീം July 1 ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ മുഖ്യമന്ത്രി മഝി ലഡ്കി ബഹിൻ സ്കീം എന്ന് പറയുന്നത് ഒരു വുമണിന് ഒരു മന്ത് 1,500 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു സ്കീമാണ്.
അപ്പൊ ഏർലിയറിലെ വുമണിന്റെ ഏജ് എന്ന് പറയുന്നത് 21നും 61നും ഇടയിലായവരായിരുന്നു എലിജിബിൾ. ഇപ്പൊ ആ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 65 ആക്കിയിരിക്കുകയാണ്. ഒന്നെങ്കിൽ മാരീഡ്, അല്ലെങ്കിൽ വിഡൌഡ്, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ്, ഡെസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ അബാൻഡൻഡ് വുമൺസ് ആണ് ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിരിക്കാം. സിംഗിൾ അൺമാരീഡ് വുമൺ എന്ന് പറയുന്നത് ഓൾസോ എലിജിബിൾ ടു അപ്ലൈ. അതുപോലെ ഫാമിലിയുടെ ആനുവൽ ഇൻകം മോർ ദാൻ 2,50,000 ആണെങ്കിൽ അത് അത്തരത്തിലുള്ള ലേഡീസ് എലിജിബിൾ ആകില്ല. യൂണിയൻ മിനിസ്റ്റർ ജി കിഷൻ റെഡ്ഡി ലോഞ്ചസ് നിർമ്മൺ പോർട്ടൽ. ഇപ്പൊ യൂണിയൻ മിനിസ്റ്റർ കോൾ ആൻഡ് മൈൻസ് ആണ് ശ്രീ ജി കിഷൻ റെഡ്ഡി എന്ന് പറയുന്നത്. അദ്ദേഹം നോബൽ ഇനീഷ്യേറ്റീവ് ഫോർ റിവാർഡിംഗ് മെയിൻസ് ആസ്പിറൻസ് ഓഫ് നാഷണൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ നിർമ്മാൺ എന്ന് പറയുന്ന ഒരു പോർട്ടൽ തുടങ്ങിയിരിക്കുകയാണ്. ഇത് മിഷൻ കർമ്മയോഗ്യമായിട്ട് ഒരു വിഷനുമായിട്ട് അലൈൻ ചെയ്തുകൊണ്ട്, പ്രൈം മിനിസ്റ്ററിന്റെ ഒരു മിഷനാണ് മിഷൻ കർമ്മയോഗ്യ, അതുമായിട്ട് അലൈൻ ചെയ്തു വരുന്ന ഒരു വിഷൻ ആണ് ഇതിനുള്ളത്. ഇപ്പൊ യുണീക് CSR സ്കീമാണിത് ബൈ കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ. അതായത് യൂത്തിനെ, അതായത് ഓപ്പറേറ്റിംഗ് ഡിസ്ട്രിക്ട്സിലൊക്കെ വരുന്ന യൂത്തിനെ പ്രിലിമിനറി റൗണ്ട് ഓഫ് UPSC എക്സാമിനേഷൻ ക്വാളിഫൈ ആയവരെ, അതായത് സിവിൽ സർവീസ് ആൻഡ് ഫോറസ്റ്റ് സർവീസ് രണ്ടും വരും 2024, അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കീം കൊടുക്കുന്നത്. അപ്പൊ ഈ സ്കീമിന്റെ ഭാഗമായിട്ട് 1 lakh rupees സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിലിമിനറി എക്സാം ക്വാളിഫൈ ചെയ്ത ആനുവൽ ഇൻകം 8 lakhs താഴെയുള്ള കാൻഡിഡേറ്റ്സിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഫീമെയിൽസ്, തേർഡ് ജെൻഡേഴ്സ്, അതുപോലെ ഇവരുടെ ഒരു ക്രൈറ്റീരിയ ഇവർ പെർമനന്റ് റെസിഡൻസ് ആയിരിക്കണം എന്നുള്ളതാണ്. വിശാഖപട്ടണം പോലീസ് കമ്മീഷണർ ലോഞ്ചസ് മുഖാമുഖി പ്രോഗ്രാം. ഇത് ഡയറക്ട്ലി കോളനീസിലൊക്കെയുള്ള ആളുകളോട് ഇന്ററാക്ട് ചെയ്യുകയും അവരുടെ ഇഷ്യൂസ് പഠിക്കുകയും എഫിഷ്യന്റ്ലി അത് അഡ്രസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വേൾഡ്സ് ഫസ്റ്റ് ബ്രെയിൻ ഇംപ്ലാന്റ് ഫോർ എപ്പിലെപ്സി കൺട്രോൾ ഇൻ UK. UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീനേജറിനാണ് ആദ്യത്തെ പേഴ്സൺ ആയിട്ട് മാറിയിരിക്കുകയാണ് വേൾഡില് എപ്പിലെപ്റ്റിക് സീസേഴ്സിന് വേണ്ടിയിട്ട് ബ്രെയിൻ ഇംപ്ലാന്റ് അണ്ടർഗോ ചെയ്ത ഒരാൾ. ഇപ്പോൾ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻസ് ഡിവൈസ് ഉണ്ട്. ഇത് ഇലക്ട്രിക് സിഗ്നൽസ് ബ്രെയിനിന്റെ ഡീപ്പായിട്ട് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും. ഇത് ടീനേജറിന്റെ ഡേ ടൈം സീസേഴ്സ് 80% വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ന്യൂറോ സ്റ്റിമുലേറ്റർ ഡെലിവർ ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആണ് ബ്രെയിനിലേക്ക് കൊടുക്കുക. അപ്പൊ ഇത് അബ്നോർമൽ ആയിട്ടുള്ള സീസർ കോസിംഗ് സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്യും. എപ്പിലെപ്സി എന്ന് പറയുന്നത് ശരിക്കും ഒരു കണ്ടീഷൻ ആണ്. അത് ഇത്തരത്തിലുള്ള റിക്കറിംഗ് സീസേഴ്സ് ലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കണ്ടീഷൻ ആണ്. ഈ പേഴ്സണിന് ആംസും ലെഗ്സും ഒക്കെ ജർക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ടെമ്പററി കൺഫ്യൂഷൻസ് ഉണ്ടാവും, സ്റ്റാറിംഗ് സ്പെൽസ് ഉണ്ടാവും, സ്റ്റിഫ് മസിൽസ് ഒക്കെ ആയിരിക്കും. അതാണ് എപ്പിലെപ്സി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതൊരു അബ്നോർമൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ബ്രെയിനിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഡിസീസിന്റെ ഒരു ഐഡന്റിഫൈബിൾ ആയിട്ട് കോസ് ഇല്ല. 50% ഓഫ് ദ കേസിലും കൃത്യമായിട്ടൊരു കാരണം പറയാൻ പറ്റില്ല. ഹെഡ് ട്രോമ, ട്യൂമേഴ്സ് ബ്രെയിനിൽ വരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷൻസ് വരുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ ഒക്കെയാണ് എപ്പിലെപ്സി ഉണ്ടാവുന്നതെന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ്, ഡിക് സ്കൂഫ് എക്സ്-5 ചീഫ് സ്വാൻ ഇസ് എ ഡച്ച് പ്രൈം മിനിസ്റ്റർ. അപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിജി നെതർലാൻഡ്സിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ജോയിൻ ചെയ്ത ഡിക് സ്കൂഫിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തിരിക്കുകയാണ്. Steve Fossett became the first person to fly around the world alone. ഇപ്പോ സ്റ്റീവ് ഫോസെറ്റ് എന്ന് പറയുന്നത് വേൾഡില് എലോൺ ആയിട്ട് ഫ്ലൈ ചെയ്ത ആദ്യത്തെ പേഴ്സൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒരു എയർക്രാഫ്റ്റിനകത്ത് ജസ്റ്റ് ഒരു 15 daysനുള്ളിൽ ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഫ്രീഡം ബലൂണിനകത്ത് അദ്ദേഹം യാത്ര ചെയ്തു. ഈ സോളോ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് സർക്കം നാവിഗേഷൻ ലാസ്റ്റ് ചെയ്തൊരു 13 days 8 hours 33 minutes ആണ്. India Myanmar completes first transaction exceeding Rs 1 crore under the rupee CAD settlement mechanism. അപ്പൊ ഇന്ത്യ മ്യാൻമറും ഒരു ബയലാറ്ററൽ ട്രേഡ് പേയ്മെന്റ് സിസ്റ്റം പൈനർ ചെയ്തിരുന്നു. യഖോൺ ഓഫീസ് ഓഫ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 1 crore എക്സീഡ് ചെയ്യുന്ന രീതിയിലുള്ള അത് പൾസസിന്റെ ഷിപ്മെന്റിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. റുപ്പി ക്യാഡ് സെറ്റിൽമെന്റ് മെക്കാനിസത്തിന്റെ കീഴിലാണ് ഇങ്ങനെ ഒരു ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ട്രേഡ് ട്രാൻസാക്ഷൻസ് ഇന്ത്യയും മ്യാൻമറും തമ്മിൽ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ഇതിന്റെ ഈ ഒരു ട്രേഡ് നടത്തുമ്പോൾ കൊടുക്കുന്ന പേയ്മെന്റിൽ കുറച്ച് കോംപ്ലക്സിറ്റീസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും
അതുപോലെ ഡയറക്റ്റ് പേയ്മെന്റ് ലോക്കൽ കറൻസീസ് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നത്. ഇപ്പൊ സെൻട്രൽ ബാങ്ക് ഓഫ് മ്യാൻമർ ഈ പേയ്മെന്റ് പ്രൊസീജിയറിന് വേണ്ട ഗൈഡ് ലൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വയ ദ സ്പെഷ്യൽ റുപ്പി ഓസ്ട്രോ അക്കൗണ്ട് വഴി ജനുവരി 26 ദിസ് ഇയർ. 6th ജൂലൈ ഇന്റർനാഷണൽ ഡേ ഓഫ് കോർപ്പറേറ്റീവ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ മന്തിൽ ഫസ്റ്റ് സാറ്റർഡേ ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് കോർപ്പറേറ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 1923 ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത് ബൈ ഇന്റർനാഷണൽ കോർപ്പറേറ്റീവ് അലയൻസ്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് കോർപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ എന്നുള്ളതാണ്. 6th ജൂലൈ 2024 തേർഡ് ഫൗണ്ടേഷൻ ഡേ ഓഫ് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ആണ്. 2021 നമ്മളത് ഫോം ചെയ്തത്. അപ്പൊ അതിന്റെ തേർഡ് ഫൗണ്ടേഷൻ ഡേയും കൂടെ ആണ്. യൂണിയൻ ഹോം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ശ്രീ അമിത് ഷാ വിൽ അഡ്രസ് സഹ്കാർ സേ സമൃദ്ധി എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് അതിന് പേരിട്ടിരിക്കുന്നതാണ്. അദ്ദേഹം അഡ്രസ് ചെയ്യാൻ പോവാണ്. അത് ഇറ്റ്സ് കോൺഫറൻസ് ഓൺ ദ ഒക്കേഷൻ ഓഫ് 102ാമത്തെ ഇന്റർനാഷണൽ ഡേ ഓഫ് കോർപ്പറേറ്റീവ്സ് ഇൻ ഗാന്ധിനഗർ, ഗുജറാത്ത്, 6 ജൂലൈ 2024. അപ്പൊ 6th ജൂലൈ 2024 102ാമത്തെ ഇന്റർനാഷണൽ ഡേ ഓഫ് കോർപ്പറേറ്റീവ്സിന്റെ കോൺഫറൻസിലാണ് അദ്ദേഹം നമ്മളെ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ഗുജറാത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതിൽ 50% അസിസ്റ്റൻസ് ഓൺ ദ പർച്ചേസ് ഓഫ് നാനോ ഫെർട്ടിലൈസേഴ്സ് ബൈ ദ ഫാമേഴ്സ് അണ്ടർ അഗ്രികൾച്ചർ 2 സ്കീം ഓഫ് ദി ഗവൺമെന്റ് ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ 2024-25. ഇതിന്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ ഇയർ 2024-25 അഗ്രികൾച്ചർ 2 സ്കീമിന്റെ അണ്ടറിൽ ഫാമേഴ്സിന് നാനോ ഫെർട്ടിലൈസേഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള 50% അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു സ്കീമും ലോഞ്ച് ചെയ്യുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി 2025 ഡിഫറെന്റ് ഇയേഴ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2023 മില്ലറ്റ്സ് ഇയർ ആയിരുന്നു. 2025 ഡിഫറെന്റ് ഇയേഴ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇതിന്റെ കൂടെ പറയാണ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യേഴ്സ് പ്രിസർവേഷൻ, ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്. ഈ കോപ്പറേറ്റീവ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്തത്. 6th ജൂലൈ വേൾഡ് സൂണോസിസ് ഡേ ആണ്. ഓൺ 6th ജൂലൈ 1885 ലൂയിസ് പാസ്റ്റർ ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ് സക്സസ്ഫുള്ളി സൂണോട്ടിക് ഡിസീസിനെതിരെ ഒരു ഫസ്റ്റ് വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്തത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് പ്രിവെന്റിംഗ് ദ സ്പ്രെഡ് ഓഫ് സൂണോട്ടിക് ഡിസീസസ് റിവോൾവിംഗ് അറൌണ്ട് മാനേജിംഗ് ത്രെറ്റ് ഫോർ ഫ്യൂച്ചർ ഇൻഫെക്ഷൻസ് എന്നുള്ളതാണ്. സൂണോട്ടിക് ഡിസീസസ് മെയിൻ ആയിട്ട് ആനിമൽസിൽ വഴി ഹ്യൂമൻസ് വഴിയൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസിനെയാണ് സൂണോട്ടിക് ഡിസീസസ് എന്ന് പറയുന്നത്. Justice A. Muhammad Mustaq appointed acting Chief Justice of the Kerala High Court. So July 5th മുതലാണ് അത് ഇഫക്ട് ആവുന്നത്. ചീഫ് ജസ്റ്റിസ് AJ ദേശായി July 4 റിട്ടയർ ആകും. അപ്പൊ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരുന്നത് A. മുഹമ്മദ് മുസ്താഖ് ആണ്. RAW ചീഫ് Rajinder Khanna appointed new additional NSA. Rajinder Khanna അഡീഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. TV രവിചന്ദ്രൻ ആൻഡ് പവൻ കപൂർ ന്യൂ ഡെപ്യൂട്ടി NSAs ആയി. അജിത് ഡോവൽ NSA. India to host 46th UNESCO World Heritage Committee session in New Delhi from July 21st. July 21st മുതൽ 31st വരെ ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് 46th UNESCO World Heritage Committee സെഷൻ നടക്കുന്നത്. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ഈ ഇവന്റ് 2500ഓളം ഡെലിഗേറ്റ്സ് 195 കൺട്രീസിൽ നിന്നായിട്ട് ഈ ഇവന്റിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 45th സെക്ഷൻ ഓഫ് കമ്മിറ്റി എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചിട്ടാണ് നടന്നത്. വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി എന്ന് പറയുന്നത് 21 സ്റ്റേറ്റ് പാർട്ടീസ് വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷനിലുണ്ട്. ജനറൽ അസംബ്ലി ഓഫ് യുനെസ്കോ ആണ് അത് ഇലക്ട് ചെയ്യുന്നത്. ഈ കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൺവെൻഷന്റെ അണ്ടറിലാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ദി വേൾഡ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് അത് ജനറൽ കോൺഫറൻസ് ഓഫ് യുനെസ്കോ ആണ് അത് അഡോപ്റ്റ് ചെയ്യുന്നത്. നവംബർ 1976 16th നവംബർ 1972 17th സെക്ഷനിൽ. യുനെസ്കോയിലെ 40 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഇന്ത്യയിലുള്ളത്. 41st സൈറ്റ് ശാന്തിനികേതനായിരുന്നു. അതായത് പിന്നെ 42nd എന്ന് പറയുന്നത് സാക്രഡ് ensembles of Hoysala, അതായത് famed Hoysala temples of Belur, Helebit, Somanatapura in Karnataka. Ahom Moidam recommended for inclusion in UNESCO World Heritage List. Ahom Era Moidam ഇപ്പോൾ അത് റോയൽ ഫാമിലീസിന്റെ റെസ്റ്റിംഗ് പ്ലേസ് ആണ് അസാമിലെ ചാർദിയോ ഡിസ്ട്രിക്റ്റില്. ഇതിനെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻസ് പോയിട്ടുണ്ട്. അപ്പൊ ഇത് ഈജിപ്തിലെ പിരമിഡ്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ടെന്റേറ്റീവ് ലിസ്റ്റ് ഇൻ ഏപ്രിൽ 2014.
ഏപ്രിൽ 2014 ടെന്റേറ്റീവ് ലിസ്റ്റിൽ ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തത് ഇതാണ്. മോയിഡാംസ് അല്ലെങ്കിൽ മെയ്ഡാംസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സോൾ നോമിനേഷൻ ആണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് 2023-24 ഇയറിലേക്ക്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അസാമിലെ 3rd യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആകും ആഫ്റ്റർ കസിരംഗ ആൻഡ് മാനസ് നാഷണൽ പാർക്ക്. ഇപ്പൊ ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഐക്കോമോസ് ഇന്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സ് ആണ് യുനെസ്കോയുടെ ഈ കൾച്ചറൽ ഹെറിറ്റേജ് സെലക്ട് ചെയ്യുന്ന അഡ്വൈസറി ബോഡി. ഇനി മോയിഡംസ് അല്ലെങ്കിൽ മെയ്ഡംസ് എന്ന് പറയുന്നത് ഒരു മൗണ്ട് ബൊറിയൽ സിസ്റ്റം ആണ് അഹോം ഡൈനാസ്റ്റിയുടെ 13th and 19th സെഞ്ചുറിയിൽ നിലനിന്നിരുന്ന ഒരു ഡൈനാസ്റ്റി ആണത്. ഈ അഹോം റൂള് ഏകദേശം 600 വർഷത്തോളം ലാസ്റ്റ് ചെയ്തു. ബ്രിട്ടീഷ് 1826 അസം അനക്സ് ചെയ്തത് വരെ. ചരാദിയോ മോർ ദാൻ 400 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് ഗുവാഹട്ടി. അത് ആദ്യത്തെ അഹോം ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ആണ്. അത് ചാവോ ലങ് സിയൂക്കാഫ എന്ന് പറയുന്ന ഒരു കിങ് ആണ് അത് സ്ഥാപിച്ചത് 1253. പ്രീവിയസ്ലി ഇത് എല്ലാം പാരഫെർനേലിയ വർ ബറീഡ്. ഈ ഭാഗത്തൊക്കെ ഇറ്റ് വാസ് ഡിസീസ്ഡ് വിത്ത് ദെയർ പാരഫെർനേലിയ വർ ബറീഡ്. അവർ 18th സെഞ്ചുറിക്ക് ശേഷം അഹോം റൂളേഴ്സ് എന്ന് പറയുന്ന ഒരു ഹിന്ദു മെത്തേഡ് ഓഫ് ക്രിമേഷൻ ആണ് സെലക്ട് ചെയ്തത്. ഒരു ക്രിമേറ്റഡ് ബോൺസും ആഷസ് ഒക്കെ നമ്മൾ ഹിന്ദു മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു അവരും അഡോപ്റ്റ് ചെയ്തത്. മധ്യപ്രദേശ് CM ലോഞ്ചസ് ലോക്പാത്ത് മൊബൈൽ ആപ്പ് ഫോർ പബ്ലിക്. മധ്യപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ മോഹൻ യാദവ് ലോക്പാത്ത് മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് മെയിൻ ആയിട്ട് പബ്ലിക്കിന് റോഡ് പ്രോബ്ലംസ് അറിയിക്കാൻ വേണ്ടിയിട്ടും 7 ഡേയ്സിനുള്ളിൽ അത് റിസോൾവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ്. ഈ മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് ജനറൽ പബ്ലിക്കിന് പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്യാം ഓൺ റൂട്ട്. ഇത് ഓഫീസേഴ്സിന്റെ അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. മധ്യപ്രദേശ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. The Forest Department of Tamil Nadu has cleared invasive growth of Senna spectabilis in Satyamangalam Tiger Reserve. അപ്പോൾ ഒരു ലെഗ്യൂം ഫാമിലിയിൽ ഒരു സ്പീഷീസ് ആണ് ഈ സെന്ന സ്പെക്ടാബിലിസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് ഒരു നേറ്റീവ് ട്രീ സ്പീഷീസിന്റെ ത്രെട്ട് ഉണ്ടാക്കുന്ന ഒരു ഇൻവേസീവ് സ്പീഷീസ് ആണ്. ഇതൊരു ബിഗ് ട്രീ ആണ്. ആക്ച്വലി സൗത്ത് ആൻഡ് സെൻട്രൽ അമേരിക്കയിലാണ് ഇത് കാണുന്നത്. ഇതൊരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് ഒരു യെല്ലോ ഫ്ലവർ ഒക്കെ നല്ല ഭംഗിയുള്ള യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നുണ്ട് ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സ്പീഷീസ് ആയതുകൊണ്ട് ഡീപ് സോയില് പർട്ടിക്കുലർലി വളരുന്നതുകൊണ്ട് ഫയർ ആൻഡ് ടെർമൈറ്റ് റെസിസ്റ്റന്റ് ആയതുകൊണ്ടും സ്ട്രോങ് ആസിഡ് സോയിലിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ഇതൊരു ഇൻവേസീവ് സ്പീഷീസ് ആയിട്ടും ഇത് മറ്റ് സ്പീഷീസുകളെ ത്രെട്ടൺ ചെയ്യുന്ന ഒരു സ്പീഷീസ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനെ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആയിട്ട് ഇന്ത്യയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ കോഫി ആൻഡ് ഫയർവുഡിന്റെ ഷെയ്ഡ് ട്രീ ആയിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ലീസ്റ്റ് കൺസേൺ ആയിട്ടാണ് IUCN റെഡ് ലിസ്റ്റിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡു ലോഞ്ച്ഡ് NTR ബറോസ പെൻഷൻ സ്കീം. അപ്പൊ NTR ബറോസ സ്കീം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണ്. ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ CM 1st ജൂലൈ 2024 ഇത് ലോഞ്ച് ചെയ്തത്. ഇനുമഖ വില്ലേജ് ഓഫ് തണ്ടേപ്പള്ളി ബ്ലോക്ക് ഇൻ അമരാവതി അവിടെയാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ഇപ്പൊ NTR ബറോസ പെൻഷൻ സ്കീം എന്ന് പറയുന്നത് ഓൾഡ് ഏജ്ഡ് പീപ്പിൾസിന് പെൻഷൻ കൊടുക്കുന്ന ഒരു സ്കീമാണ്. ഓൾഡ് ഏജ്ഡ് പീപ്പിൾ കൂടാതെ വിഡോസ്, വീവേഴ്സ്, ടോഡി ടാപ്പേഴ്സ്, ഫിഷർമാൻ, സിംഗിൾ വുമൺ, ട്രഡീഷണൽ കോംപ്ലേഴ്സ്, ട്രാൻസ്ജെൻഡേഴ്സ്, ആർട്ടിസ്റ്റ് ഇവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. 3000 ആയിരുന്നു കൊടുത്തിരുന്നത്. അത് 4000ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എമൗണ്ട്. അപ്പൊ ഡിസേബിൾഡ് ആയിട്ട് മൾട്ടി ഡിഫോമിറ്റി ലെപ്രോസി പേഷ്യൻസിനൊക്കെ 3000 കൊടുത്തിരുന്നത് 6000 ആക്കി പെർ മന്ത്. പെൻഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 5000-ൽ നിന്ന് 15000 ആക്കി ഫുള്ളി ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിന്, മെയിനായിട്ട് വീൽ ചെയറിലൊക്കെ ഇരിക്കുന്ന ഡിസ്ട്രോഫി, മസിൽ ഡിസ്ട്രോഫി ഒക്കെ ഉള്ള ആൾക്കാർക്ക്. അതുപോലെ ക്രോണിക് ഡിസീസസ്, അതായത് കിഡ്നി ഡിസീസ്, തലാസീമിയ പോലുള്ള ഡിസീസസ് ഉള്ളവർക്ക് 5000 ആയിരുന്നു എമൗണ്ട്, അത് 10,000 ആക്കി. ഇതിനു വേണ്ടിയിട്ട് ഹറസ് 4480 crores ആണ് ഈ പെൻഷന് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ചീഫ് മിനിസ്റ്റർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു അമ്മ ക്യാൻറ്റീൻ സ്റ്റേറ്റിൽ തുടങ്ങാൻ പോകുന്നുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അവിടെ ഫുഡ് 5 രൂപയ്ക്കാണ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അഗ്രി എന്റർപ്രണേഴ്സ് സ്വപ്ന കല്ലിങ്കൽ സെക്യൂർസ് സ്പൈസ് അവാർഡ് 2024. സ്വപ്ന കല്ലിങ്കൽ ഓഫ് കല്ലിങ്കൽ പ്ലാന്റേഷൻ തൃശൂർ, അവിടെ അവർക്ക് സ്പൈസ് അവാർഡ് 2024 കിട്ടിയിരിക്കുകയാണ്. ഇത് ഐക്കർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ അവാർഡ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ക്രോപ്പ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസിലും സ്പൈസ് ബേസ്ഡ് ക്രോപ്പിംഗ് സിസ്റ്റത്തിന്റെ സസ്റ്റൈനബിൾ പ്രൊമോഷനും ഡൈവേഴ്സിഫിക്കേഷനും വേണ്ടിയിട്ട് അവരെടുത്ത ഇനീഷ്യേറ്റീവ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് അവർക്ക് കൊടുത്തത്.
24th SCO Summit key highlights നോക്കാം. 24th മീറ്റിംഗ് ഓഫ് കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ദി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ നടന്നു. ഇത് ടുക്ക് പ്ലേസ് ചെയ്തത് ജൂലൈ 4 2024 അസ്താന കസക്കിസ്ഥാനിൽ വെച്ചിട്ടാണ്. ഇത് ഹോസ്റ്റ് ചെയ്തത് കസക്കിസ്ഥാൻ പ്രസിഡന്റ് കസിയാം ജോമർത്ത് ടൊക്കിയേവ് ആണ്. ഇതിന്റെ കീ ഡെവലപ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ബെലാറസ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തു. ബെലാറസ് 10ാമത്തെ ഫുൾ ടൈം മെമ്പർ ആയി. പ്രീവിയസ്ലി ബെലാറസ് ഒരു ഒബ്സർവേഷൻ സ്റ്റാറ്റസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവർ ഫുൾ ടൈം മെമ്പർ ആയി. പിന്നെ ടെററിസം കോമ്പാക്ട് ചെയ്യാനാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. SCO എക്സ്പാൻഡ് ചെയ്യാനും നോക്കുന്നുണ്ട്. 25th SCO അതായത് നെക്സ്റ്റ് SCO എവിടെയാണ് നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ചൈനയിലാണ് സംഘടിപ്പിക്കാൻ പോകുന്നത്. ചൈനയിലെ ക്യുഗ്ദാവോ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് അത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. Keir Starmer, a prominent human rights lawyer turned politician, appointed the next Prime Minister of UK. ഇപ്പൊ ലേബർ പാർട്ടിയുടെ ഒരു പൊളിറ്റീഷ്യനും ലോയറും ഒക്കെ ആയിട്ടുള്ള UK ആയിട്ടുള്ള കെയർ സ്റ്റാർമർ ആണ് UKയുടെ അടുത്ത പ്രൈം മിനിസ്റ്റർ ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോ ഋഷി സുനക്കിന് ശേഷമാണ് ഇങ്ങനൊരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. ഇപ്പോ ഋഷി സുനക്കിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് പുതിയ പ്രൈം മിനിസ്റ്റർ വന്നിരിക്കുന്നത്. അപ്പൊ UKയുടെ ക്യാപിറ്റൽ ലണ്ടൻ ആണ്. മൊണാർക്ക് ചാൾസ് 3 ആണ്. കറൻസി പൗണ്ട് സ്റ്റെർലിംഗ് ആണ്. റഷ്യ അപ്രൂവ്സ് ഷെഡ്യൂൾ ഫോർ ക്രിയേഷൻ ഓഫ് റഷ്യൻ ഓർബിറ്റൽ സ്റ്റേഷൻ ബൈ 2033. ഒരു ടോട്ടൽ 608.9 ബില്യൺ റൂബിൾസ് ആണ് ഇതിനു വേണ്ടി അവർ ഫിനാൻസ് ചെയ്തിരിക്കുന്നത്. റഷ്യയുടെ സ്റ്റേറ്റ് സ്പേസ് കോർപ്പറേഷൻ റോസ്കോസ്മോസ് ആണ് നടത്തുന്നത്. ജക്സ ലോഞ്ച്ഡ് ലോസ് ഫോർ സാറ്റലൈറ്റ് ടു റെവല്യൂഷനൈസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇപ്പൊ ജപ്പാന്റെ ഒരു അപ്ഗ്രേഡഡ് എർത്ത് ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഒരു സാറ്റലൈറ്റ് മെയിൻ ആയിട്ട് ഡിസാസ്റ്റർ റെസ്പോൺസിനും സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ അത് കൊണ്ടുവന്നത്. അഡ്വാൻസ്ഡ് ലാൻഡ് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് അതാണ് അലോസ് 4 എന്ന് പറയുന്നത്. ഇപ്പൊ പ്രൈമറിലി എർത്ത് ഒബ്സർവേഷൻ ആണ്. ഡിസാസ്റ്റർ റെസ്പോൺസിനും മാപ്പ് മേക്കിങ്ങിനും ഒക്കെ വേണ്ടിയുള്ള ഡാറ്റ കളക്ട് ചെയ്യാനാണ് സാറ്റലൈറ്റ്സ് വിട്ടിരിക്കുന്നത്. ഇതിന് മിലിറ്ററി ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് മിസൈൽ ലോഞ്ച്, ഇൻഫ്രാറെഡ് സെൻസർ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതെല്ലാം മോണിറ്റർ ചെയ്യാൻ ഇവർ ക്യാപ്പബിൾ ആണ്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് H3 റോക്കറ്റിലാണ് ഇവരത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ റാങ്ക്സ് 3rd മോസ്റ്റ് പൊല്യൂട്ടഡ് കൺട്രി ഗ്ലോബലി വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട്. ഇപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം പൊല്യൂഷൻ കാരണം വേൾഡ് വൈഡ് ആയിട്ട് 7 മില്യൺ പ്രീമേച്ചർ ഡെത്ത് ആണ് നടക്കുന്നത്. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം മോസ്റ്റ് പൊല്യൂട്ടഡ് കൺട്രി ആൻഡ് റീജിയൻ റാങ്കിങ് 2023 എന്ന് പറയുന്നത് ആനുവൽ ആവറേജ് PM 2.5ന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ടാണ്. ആഫ്രിക്ക ആൻഡ് സെൻട്രൽ ആൻഡ് സൗത്ത് ഏഷ്യ ആണ് മോസ്റ്റ് സിവിയർ എയർ പൊല്യൂഷൻ ഉള്ള സ്ഥലങ്ങൾ വിത്ത് പോപ്പുലേഷൻ വെയ്റ്റഡ് ആനുവൽ ആവറേജ് ഓഫ് PM 2.5 കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു അലാർമിംഗ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഓസിയാനിയ മെയിൻറ്റെയിൻഡ് ഇറ്റ്സ് സ്റ്റാറ്റസ് ആസ് ദ വേൾഡ്സ് ക്ലീനസ്റ്റ് റീജിയൻ. ഓസിയാനിയനാണ് വേൾഡിലെ മോസ്റ്റ് ക്ലീനസ്റ്റ് റീജിയൻ ആയിട്ട് വരുന്നത്. ഇന്ത്യയുടെ 3rd മോസ്റ്റ് പൊല്യൂട്ടഡ് കൺട്രി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബംഗ്ലാദേശും പാകിസ്ഥാനും ശേഷം ഇന്ത്യ ആണ് വരുന്നത് തേർഡ് മോസ്റ്റ് പൊല്യൂട്ടഡ്. 2023-24 ഡാറ്റ പ്രകാരം ആനുവൽ ആവറേജ് PM 2.5 കോൺസെൻട്രേഷൻ ഇന്ത്യയിൽ 54.4 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അത് 53.3 ഉണ്ടായിരുന്നുള്ളൂ 2022. ഇപ്പൊ അത് 54.4 ആയി. 11.5% ഓഫ് ഡെത്ത് ഡൽഹിയിൽ എല്ലാ വർഷവും അട്രിബ്യൂട്ട് ചെയ്തത് എയർ പൊല്യൂഷൻ കാരണമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ള ഒരു സിറ്റിയും കൂടെയാണ് ഡൽഹി. ചൈന ലീഡ്സ് ഗ്ലോബൽ ജെനായി പാറ്റൻസ് UN ഡാറ്റ. ചൈന ജനറൽ AI ഇൻവെൻഷൻസ് അതായത് ചാറ്റ് ബോട്ട്സ് ഫയലിംഗ് 6 times more patents than its closest rival in UN ഡാറ്റ. അപ്പോൾ ചൈന കൂടുതലായിട്ട് പാറ്റൻസ് എടുക്കുകയാണ് മെയിൻ ആയിട്ട് AI ആയിട്ട് ജെൻ AI ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ഇപ്പൊ സൗത്ത് കൊറിയ, ജപ്പാൻ, ഇന്ത്യ ഇവരൊക്കെ 3rd, 4th and 5th സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്. ഇന്ത്യ ഈ ഒരു മേഖലയിൽ AI മേഖലയിൽ ഫാസ്റ്റസ്റ്റ് റേറ്റ് ആണ് കാണിക്കുന്നത്. മെറ്റാ 3D ജെൻ. അപ്പൊ ഇതൊരു ന്യൂ ടെക്നോളജിയാണ് മെറ്റാ 3D ജെൻ എന്ന് പറയുന്നത്. ഇത് മാർക്ക് സക്കൻബർഗ്സ് കമ്പനി ആയിട്ടുള്ള മെറ്റയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുവഴി 3D അസറ്റ്സ് ടെക്സ്റ്റ് പ്രോംപ്റ്റ് വഴി it lets you make 3D asset by following text prompt. ടെക്സ്റ്റ് പ്രോംപ്റ്റ് ഫോളോ ചെയ്തുകൊണ്ട് 3D asset മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ടെക്നോളജി എന്ന് പറയുന്നത് ലോട്ട് ഓഫ് ടൈം നമ്മളെ സേവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹൈപ്പർ റിയലിസ്റ്റിക് വീഡിയോ ഗെയിംസ് ഉണ്ടാക്കാം, മൂവി എഫക്ട്സ്, മറ്റു തിങ്സ് ഒക്കെ നമുക്ക് ഇതുവഴി ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഒരു 3D തിങ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക ഡിജിറ്റൽ ഫയൽസ് ആയിട്ട്. അത് 3D അസറ്റ് എന്നാണ് അതിനെ പറയുക. ഈ മോഡൽസിനെ അസറ്റ് ജെൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ടെക്സ്ചർ ജെൻ എന്ന് വിളിക്കും. അതുവഴിയൊക്കെ നമുക്ക് മെറ്റാ 3D ജെൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും.
ചൈനീസ് ജിയോളജിസ്റ്റ് ഡിസ്കവേർഡ് 2 ന്യൂ മിനറൽസ് ഇൻ നോർത്തേൺ ചൈന. അപ്പൊ നോർത്തേൺ ചൈനയിൽ 2 പുതിയ മിനറൽസും കൂടെ ഡിസ്കവർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചൈനീസിലെ ജിയോളജിസ്റ്റ് 2 ന്യൂ മിനറൽസ്, വേൾഡിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള റയർ എർത്ത് മൈൻസ് നോർത്തേൺ ചൈനയിലാണുള്ളത്. അവിടെ നിന്നാണ് അവർ ഡിസ്കവർ ചെയ്തത്. അപ്പൊ 2 ന്യൂ നൈബോൺ സ്കാൻഡിയം മിനറൽസ്, അതിനെ ഒബോണിയോബൈറ്റ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്കാൻഡിയോ ഫ്ലൂറോ എക്കർമാനൈറ്റ്, അത് ബയാൻ ഒബോ ഡെപ്പോസിറ്റ് ഇന്നർ മംഗോളിയ ഓട്ടോണമസ് റീജിയനിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. നയോബിയം ആൻഡ് സ്കാൻഡിയം, അതാണ് എക്സ്ട്രീംലി റയർ ആയിട്ടുള്ള സ്ട്രാറ്റജിക്കലി ക്രിട്ടിക്കൽ മെറ്റൽസ് എന്ന് പറയുന്നത്. നയോബിയം മെയിൻലി ഈ സ്പെഷ്യൽ സ്റ്റീൽസ്, സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽസും എയറോസ്പേസ് ഇൻഡസ്ട്രിയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സ്കാൻഡിയം ആണെങ്കിൽ അലുമിനിയം സ്കാൻഡിയം അലോയ്സ് ഉണ്ടാക്കാനും സോളിഡ് ഓക്സൈഡ് ഫ്യൂൽ സെൽസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. 2 മിനറൽസും വാല്യൂബിൾ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. സിഗ്നിഫിക്കന്റ് അപ്ലിക്കേഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് എനർജി, ഇൻഫർമേഷൻ ടെക്നോളജി, എയറോസ്പേസ്, നാഷണൽ ഡിഫൻസ്, മിലിറ്ററി ഇൻഡസ്ട്രി, അതുപോലെ കൺട്രിയുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിനൊക്കെ ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. റയർ ആൻഡ് ഫാറ്റൽ ബ്രെയിൻ ഈറ്റിംഗ് അമീബ ഇൻഫെക്ഷൻ. അപ്പൊ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫാലിറ്റിസ്, അതാണ് പാം എന്ന് പറയുന്നത്. അത് നെഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്ന ഒരു അമീബയാണ് ഇത് കോസ് ചെയ്യുന്നത്. ആക്ച്വലി വാം ഫ്രഷ് വാട്ടർ ലേക്സിലും പോൺസിലും റിവേഴ്സിലുമാണ് ഈ അമീബ കാണുന്നത്. ഇതിന് പ്യുവർലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾസിൽ റയർ കേസസിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇതിന് ബ്രെയിനെ എഫക്ട് ചെയ്യാനും ബ്രെയിൻ ടിഷ്യൂസിന്റെ ഡിസ്ട്രോയ് ചെയ്യാനും സാധിക്കും. ഇതൊരു വൺ സെൽഡ് ഓർഗാനിസം ആണ്. ഇതിനെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് വിളിക്കുന്നത് ഇത് ബ്രെയിനെ എഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് റയർ ആണ്, പക്ഷെ 97% പേഷ്യൻസും സർവൈവ് ചെയ്യില്ല. 3 ഡെത്ത് ഇപ്പൊ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്ത്യൻ സ്പേസ് ഏജൻസി വിൽ കണ്ടക്ട് സ്റ്റഡി ഓഫ് അപ്പോഫിസ് ആസ്ട്രോയിഡ്. അപ്പൊ ISRO ചെയർമാൻ ആയിട്ടുള്ള S സോംനാഥ് ആണ് പറഞ്ഞത് ഇന്ത്യൻ സ്പേസ് ഏജൻസി അപ്പോഫിസ് ആസ്ട്രോയിഡിനെ സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. അത് എർത്തില് ക്ലോസറ്റ് ആയിട്ട് വരുന്നത് 2029-ലാണ്. അപ്പോഫിസ് ആസ്ട്രോയിഡ് എന്ന് പറയുന്നത് ജപ്പാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ഒക്കെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ആൻഡ് ISRO വിൽ പാർട്ണർ വിത്ത് ദം. ISRO അവരുടെ കൂടെ പാർട്ണർഷിപ്പിൽ പോവുകയാണ്. അപ്പോഫിസ് എന്ന് പറയുന്നത് നിയർ എർത്ത് ആസ്ട്രോയിഡ് ആണ്. റിലേറ്റീവ്ലി ലാർജ് സൈസ് ആണ്. 335 മീറ്റേഴ്സ് വൈഡ് ആയിട്ടാണ് അത് കാണുന്നത്. പിന്നെ ഇതിന്റെ നെയിം കൊടുത്തിരിക്കുന്ന ഒരു ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ ഗോഡിന്റെയാണ്, കാവോസ് ആൻഡ് ഡാർക്ക്നെസ്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഇൻ 2004. ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത് റോക്കി ഒബ്ജക്ട്സ് ആണ്. സണ്ണിനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട് അവര്, പക്ഷെ പ്ലാനറ്റ്സിന്റെ അത്ര വലുപ്പമില്ല, പ്ലാനറ്റ്സിനേക്കാളും ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഈ ആസ്ട്രോയിഡ്സിനെ മൈനർ പ്ലാനറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. വേൾഡിലെ ഓൾഡസ്റ്റ് കേവ് പെയിന്റിംഗ് ഇന്തോനേഷ്യയില് കണ്ടുപിടിച്ചു. അതൊരു പിഗും പീപ്പിളും ആണ് അതിനകത്ത് കാണുന്നത്, ഷോക്കേസ് ചെയ്യിക്കുന്നത്. ഇപ്പോ ലൈംസ്റ്റോൺ കേവ് ഇന്തോനേഷ്യൻ ഐലൻഡ് സുലാവെസിയില് സയന്റിസ്റ്റുകൾ അതിന്റെ സീലിംഗില് ആർട്ട് വർക്ക് ഡെപിക്ട് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിച്ചു. അതിനകത്ത് 3 ഹ്യൂമൻ ലൈഫ് ഫിഗേഴ്സ് ഉണ്ട്. അവർ വൈൽഡ് പിഗുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പിക്കാണ് അതിൽ കാണാൻ പറ്റിയത്. വേൾഡിലെ ഓൾഡസ്റ്റ് നോൺ കോൺഫിഡന്റ്ലി ഡേറ്റഡ് ആയിട്ടുള്ള കേവ് പെയിന്റിംഗ് ആണ് ഇത്. ഏകദേശം 51,200 ഇയേഴ്സ് എഗോ ആണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് അവർ കരുതുന്നത്. പിന്നെ ഈ സീൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഷെയ്ഡ് ഓഫ് ഡാർക്ക് ആൻഡ് റെഡ് പിഗ്മെന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഹാസ് സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർഡ് രുദ്രം 1. ഇന്ത്യ ഫസ്റ്റ് ഇൻഡിജീനിയസ് ആന്റി റേഡിയേഷൻ മിസൈൽ ആയിട്ടുള്ള രുദ്രം 1 DRDO ടെസ്റ്റ് ചെയ്തു. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ടാണ് ഇവരത് ഡെവലപ്പ് ചെയ്തത്. രുദ്രം 1 എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് ആണ്. IAF സുഖോയ് 30 Mk1 ഫൈറ്റർ ജെറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് ഇറ്റ് സർവിംഗ് ആസ് ദ ലോഞ്ച് പ്ലാറ്റ്ഫോം. അപ്പൊ ഈ മിസൈലിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ INS GPS നാവിഗേഷൻ ഉണ്ട്, പാസീവ് ഹോമിംഗ് ഹെഡ് ഫോർ ഫൈനൽ അറ്റാക്ക്, അതുപോലെ അക്യുറേറ്റ്ലി ഹിറ്റ് റേഡിയേഷൻ ആൻഡ് എമിറ്റിംഗ് ടാർഗറ്റ്സ് അതിനും അവർക്ക് സാധിക്കും. BPCL പാർട്ട്നേർഡ് വിത്ത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആസ് പ്രിൻസിപ്പൽ സ്പോൺസർ. അപ്പൊ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് മഹാരത്ന സ്റ്റാറ്റസ് ഉള്ള ഒരു കമ്പനിയാണ്. അവർ ഫോർച്യൂൺ ഗ്ലോബൽ 500 കമ്പനി പ്രൗഡ്ലി അവരുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 4 വർഷത്തേക്ക് പ്രിൻസിപ്പൽ പാർട്ണർ ആയിട്ടിരിക്കും. അത് പാരീസ് ഒളിമ്പിക്സ് 24 മുതൽ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് 28 വരെയാണ് ഇവർ ഈ പാർട്ട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്. BTS ജിൻ ചോസൻ ആസ് സൗത്ത് കൊറിയാസ് ടോർച്ച് ബിയറർ അറ്റ് പാരീസ് ഒളിമ്പിക്സ് 2024. 2024 പാരീസ് ഒളിമ്പിക്സിൽ സൗത്ത് കൊറിയയുടെ ടോർച്ച് ബിയറർ BTSലെ ജിൻ ചോസൻ ആണ്. അപ്പൊ ഒളിമ്പിക് ടോർച്ച് റിലേ ചെയ്യുന്നത് ഹാർമണിയും പീസും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നത്. ഇത് ഒളിമ്പിയ ഗ്രീസിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. ഒളിമ്പിക് ഫ്ലെയിം എന്ന് പറയുന്നത് ഡൈവേഴ്സ് നേഷൻസ്
ഹോസ്റ്റ് സിറ്റിനെ റീച്ച് ചെയ്യും. എന്നിട്ട് അവരുടെ ട്രഡീഷൻ ഇനോഗ്രേറ്റഡ് ഡ്യൂറിംഗ് ദ 1936 ബെർലിൻ സമ്മർ ഒളിമ്പിക്സ്. ആ സമയത്താണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പാരീസ് സമ്മർ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ജൂലൈ 26 കിക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. India registered highest ever growth in value of defense production in 2023-24. ഫിനാൻഷ്യൽ ഇയർ 2023-24 ഇന്ത്യയുടെ ഇൻഡിജീനിയസ് ഡിഫൻസ് പ്രൊഡക്ഷൻ വളരെയധികം കൂടിയിട്ടുണ്ട്. ഹയസ്റ്റ് എവർ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഡിഫൻസ് പ്രൊഡക്ഷന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 1,86,084 crore ആണ്. ഇതിലെ ടോട്ടൽ വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അബൌട്ട് 79.2% DPSUs ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതർ PSUs. 20.8% പ്രൈവറ്റ് സെക്ടർ ആണ്. ഡിഫൻസ് എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു റെക്കോർഡ് ഹൈയിൽ എത്തിയിരിക്കുകയാണ്. 21,083 crore ആണ് 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് 32.5% ആണ്. DRDO unveiled its indigenous light tank called സൊരാവർ. ഇപ്പൊ ഇന്ത്യയുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ലൈറ്റ് ടാങ്ക് പേര് കൊടുത്തിരിക്കുന്ന സൊരാവർ ആണ്. അത് DRDO അത് അൺവീൽ ചെയ്തിരിക്കുകയാണ്. ഇതിന് ഇറ്റ് വിൽ ബൂസ്റ്റ് ദ ആർമീസ് കോമ്പാക്ട് കാപ്പബിലിറ്റീസ്. അപ്പൊ ആർമിയുടെ കോമ്പാക്ട് കാപ്പബിലിറ്റീസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് സാധിക്കും. അതുപോലെ ഫയർ പവർ അലോങ് വിത്ത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ വിത്ത് ചൈനയുടെ ഭാഗത്ത് ഫയർ പവർ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുവഴി നമുക്ക് സാധിക്കും. Next, extinct humans occupied the Tibetan plateau 1,60,000 years ago. ഇപ്പൊ ടിബറ്റൻ പ്ലാറ്റീനിലെ ഒരു ഹൈപ്പ് റീജിയൻ ആണ് ബൈഷ്യ കാസ്റ്റ് കേവ് എന്ന് പറഞ്ഞിട്ടൊരു കേവ് ഉണ്ട്. അതിനകത്ത് നിന്നാണ് ആൻഷ്യൻ ഹ്യൂമൻ സർവൈവൽ സ്റ്റോറി അവിടെ നമുക്ക് അൺഫോൾഡ് ചെയ്യാൻ സാധിച്ചു. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഡെനിസോവൻ സ്പീഷീസ് ഓഫ് ഹ്യൂമൻസ് അവിടെ ജീവിച്ചിരുന്നതായിട്ട്, അതായത് 1,60,000 years മുൻപ് ജീവിച്ചിരുന്നതായിട്ടാണ് തെളിവ് കിട്ടിയത്. അവിടുന്ന് കുറച്ച് ബോൺസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ബയോഡിഗ്രേഡബിൾ ബയോമാസ് ബേസ്ഡ് എയറോജെൽ ഫോർ സസ്റ്റൈനബിൾ റേഡിയേറ്റീവ് കൂളിംഗ്. അപ്പൊ ബയോഡിഗ്രേഡബിൾ ബയോമാസ് ബേസ്ഡ് ആയിട്ട് ഒരു എയറോജെല് സസ്റ്റൈനബിൾ റേഡിയേറ്റീവ് കൂളിംഗിന് വേണ്ടി ഡെവലപ്പ് ചെയ്തു. ഈ എയറോജെൽ എന്ന് പറയുന്നത് ജലാറ്റിനിൽ നിന്നും DNA സർപാസസിൽ നിന്നും 100% സോളാർ റിഫ്ലക്റ്റൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എക്സെപ്ഷണൽ ആയിട്ടുള്ള റേഡിയേറ്റീവ് കൂളിംഗ് ഉണ്ടായിരിക്കും. പുതിയ റിപ്പോർട്ട്സ് പ്രകാരം അങ്ങനെയാണ് പറയുന്നത്. ഇത് ബയോഡിഗ്രേഡബിൾ ആണ്, അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റിൽ പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. ജൂലൈ 7 ഗ്ലോബൽ ഫോർഗീവ്നെസ് ഡേ ആണ്. അപ്പൊ എല്ലാ വർഷവും വേൾഡ് വൈഡ് ഗ്ലോബൽ ഫോർഗീവ്നെസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഫോർഗീവ്നെസ് എങ്ങനെയാണ് പീസിലേക്ക് ഫോസ്റ്റർ ചെയ്യുന്നെങ്കിലും വൗണ്ട് ഹീൽ ചെയ്യുന്നതെന്നും അതുപോലെ റീകൺസിലിയേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതെന്നൊക്കെ അതിന്റെ പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.